നാരായണ. നാരായണ. ഓം നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. നാരായണ. ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തൃതീയ സ്കന്ധം 12-ാം അധ്യായം കഴിഞ്ഞു. ഇനി 13-ാം അധ്യായം മുതൽക്ക് തുടരണം. നമ്മൾ 13-ാം അധ്യായമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഭഗവാന്റെ വരാഹാവതാരം ഈ അധ്യായത്തിലാണ്. 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വരാഹാവതാരം വർണ്ണിക്കുന്നുണ്ട്. മൊത്തം 50 ശ്ലോകമുള്ള ഒരധ്യായമാണ്. ആദ്യം നമുക്ക് 13-ാം അധ്യായം വായിക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ സനകാദികൾ, അത് കഴിഞ്ഞ് രുദ്രസൃഷ്ടി, അത് കഴിഞ്ഞ് പ്രജാപതികളുടെ സൃഷ്ടി, അത് കഴിഞ്ഞ് ബ്രഹ്മദേവൻ്റെ ശരീരാവയവങ്ങളിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളുമൊക്കെ ഉണ്ടായി വന്നതിനെക്കുറിച്ചും വൈദികങ്ങളായ യജ്ഞങ്ങളെക്കുറിച്ചും വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ഉണ്ടായി വന്നത്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം മുതലായ 4 ആശ്രമങ്ങൾ, അതിൻ്റെ 4 വിഭജനങ്ങൾ, 4 വിഭജനങ്ങൾ, അങ്ങനെ കർമ്മങ്ങളുടെ വിഭജനം, ഉപജീവനമാർഗം ഓരോരുത്തർക്കും, അങ്ങനെ പലതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചതിന് ശേഷം പിന്നീട് ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ച് തൻ്റെ ശരീരം 2ആക്കി തീർത്തതും, ഒരു ദമ്പതികളായി പുരുഷനും സ്ത്രീയുമായി ആവിർഭവിച്ചതും, സ്വയംഭുവ മനു, ശതരൂപാദേവി എന്നിങ്ങനെ 2ആയി ബ്രഹ്മദേവൻ്റെ സങ്കല്പം 2 രൂപമെടുത്തതും, പിന്നീട് അവരിൽ നിന്ന് 5 സന്തതികളുണ്ടായതും, അവരിലൂടെ പിന്നീട് പ്രജകൾ പെറ്റുപെരുകുന്നു, ദാമ്പത്യ പ്രക്രിയയിലൂടെ ഈ ഭൂമിയിൽ പിന്നീട് സൃഷ്ടി വർദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ ഉപസംഹരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് വിതുരൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ബ്രഹ്മദേവൻ പിന്നീട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ സ്വയംഭുവ മനുവും ശതരൂപാദേവിയും എന്ത് ചെയ്തു, പിന്നീട് എന്തൊക്കെയാണ് ആ കഥയുടെ എന്താ പറയുക തുടർച്ച, അതിനെക്കുറിച്ചാണ്. അപ്പോൾ സന്ദർഭവശാൽ സ്വയംഭുവ മനുവും ശതരൂപാദേവിയും സൃഷ്ടി തുടരാനായിക്കൊണ്ട് സ്ഥാനം ചോദിച്ചതായിട്ടുള്ള സമയത്ത് ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ ആണ്ടുപോയിരിക്കുന്നതും, ആ ഭൂമിയെ ഉദ്ധരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ഭഗവാനെ ധ്യാനിച്ചതായിട്ടുള്ള സമയത്ത് ആ ബ്രഹ്മദേവൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് ഭഗവാൻ തന്നെ ഒരു കുഞ്ഞ് വരാഹമായിട്ട് വന്നതും, പിന്നീടത് വളർന്ന് ഒരു ആനയെ പോലെയായതും, പിന്നീടൊരു പർവ്വതം പോലെ വളർന്നതും, ആകാശം മുട്ട വളർന്നതും, അങ്ങനെ ഭഗവാന്റെ ആ ഗർജനം കേട്ട് ഋഷിമുനിമാരെല്ലാം ഇത് ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തുതിച്ചതും, ആ ഭഗവാൻ ആ ജലത്തിൽ ക്രീഡിച്ചുകൊണ്ട്
ജലത്തിൽ താഴ്ന്നു പോയിരുന്നതായിട്ടുള്ള ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതും, ആ സന്ദർഭത്തിലൊരു ദൈത്യൻ ഭഗവാനെ എതിരിടാൻ വരുന്നു. ആ ദൈത്യനെ ഭഗവാൻ യുദ്ധം ചെയ്ത് വധിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞു. അപ്പോൾ വിതുരൻ പിന്നീട് കൂടുതൽ അറിയാൻ വേണ്ടി അടുത്ത അധ്യായത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ വരാഹാവതാര ചരിത്രവും ഹിരണ്യാക്ഷ ചരിത്രവും ജയവിജയന്മാരുടെ ചരിത്രവും സനകാദികളുടെ ശാപവുമൊക്കെ വിസ്തരിച്ച് പറയുക. അങ്ങനെ 19-ാം അധ്യായം വരെ ഈ വരാഹാവതാരത്തിൻ്റെ ആ ചരിത്രം തുടരുകയാണ്. നമുക്ക് ഈ 13-ാം അധ്യായം സംഗ്രഹരൂപത്തിലുള്ള വരാഹാവതാര ചരിതം നോക്കാം. ആദ്യം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ ത്രയോദശോऽധ്യായഃ. ശ്രീശുക ഉവാച നിശമ്യ വാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയഃ പപ്രച്ഛ കൗരവ്യോ വാസുദേവഗദാധൃതഃ. വിതുര ഉവാച സ വൈ സ്വയംഭുവഃ സമ്രാട് പ്രിയഃ പുത്രഃ സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നീം കിം ചകാര തതോ മുനേ. ചരിതം തസ്യ രാജർഷേഃ ആദിരാജസ്യ സത്തമ ബ്രൂഹി മേ ശ്രദ്ധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിരീഡിതോർത്തഃ യത്തൽ ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവൽകഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യയാ സാകം ജാതസ്വയംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃത് വൃത്തിദഃ പിതാ അഥാപി നഃ പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത്. തദ്വിദേഹി നമസ്തുഭ്യം കർമ്മസു ഈഡ്യ ആത്മശക്തിഷു യത്കൃത്വേഹ യശോ വിശ്വക് അമുത്ര ച ഭവേത് ഗതിഃ. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വര യം നിർവ്യളീകേന ഹൃദാ ശാദിമേത്യാത്മനാർപ്പിതം. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തൈർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. സത്വമസ്യാം അപത്യാനി സദൃശാനി ആത്മനോ ഗുണൈഃ ഉൽപാദ്യ ശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ. ഭഗവാൻ തേ പ്രജാഭർത്തുഃ ഹൃഷീകേശോ ന തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹി അപാർത്ഥായ യദാത്മാനാദൃതസ്വയം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാമീവ സൂദന സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനം മമ ച പ്രഭോ. യതോഗഃ സർവസത്വാനാം മഹീമഗ്നാമഹംബസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. മൈത്രേയ ഉവാച പരമേഷ്ടീത്വപാം മധ്യേ തദാ സന്നാം അവേക്ഷ്യകാം കഥം ഏനാം സമുന്നേഷ്യേ ഇതി ദദ്യൗ ധിയാചിരം. സൃജതോ മേ ക്ഷിതിർവാർഭിഃ പ്ലാവ്യമാനാരസാംഗത അദാത്ര കിമനുഷ്ഠേയമസ്മാഭിർ സർഗയോജിതൈഃ. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദദാതു മേ ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഘ. വരാഹതോകോ നിരഗാത് അങ്കുഷ്ടപരിമാണകഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്യഭിദ്ധ്യായതോ നാസാവിവരാത് സഹസാനഗ വരാഹതോകോ നിരഗാത് അങ്കുഷ്ടപരിമാണകഃ തസ്യാഭിപശ്യതഖസ്തഃ ക്ഷണേന കില ഭാരത ഗജമാത്രഃ പ്രവവൃതേ തദത്ഭുതം അഭൂത് മഹത്. മരീചിപ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽസൗകരം രൂപം തർക്കയാമാസ ചിത്രദാ. കിമേതത്സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബദാശ്ചര്യമിദം നാസായാമേ വിനിസൃതം. ദൃഷ്ട്വാ അങ്കുഷ്ടശിരോ മാത്രഃ ക്ഷണാദ് ഗണ്ഡശിലാസമഃ അഭിശ്രിത് ഭഗവാനേഷഃ യജ്ഞോ മേ ഖേദയന്മനഃ. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജ അഗേന്ദ്രസന്നിഭഃ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. നിശമ്യത്തെ ഗർഗരിതം സ്വഖേദക്ഷയിഷ്ണു മായാമയസൂകരസ്യ ജനസ്തപഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. തേഷാം സതാം വേദവിതാനമൂർത്തിഃ ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോജലമാവിവേശ. ഉൽക്ഷിപ്തബാലഖചരകഠോരഃ സടാവിദുന്വൻഖരരോമശത്വക കുരാഹതാഭ്രസിതദംഷ്ട്രൈക്ഷാ ജ്യോതിർബഭാസേ ഭഗവാൻ മഹീന്ദ്രഃ. ഗ്രാണേന പൃഥ്വ്യാഃ പദവീം വിജിഗ്രൻ ക്രോഡാപദേശ സ്വയമധ്വരാംഗഃ. കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാമുദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. സ വജ്രകൂടാംഗനിപാതവേഗവിശീർണകുക്ഷിഃ സ്തനയന്നുദൻവാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. കുരൈക്ഷുരപ്രൈർദരയന്തദാഭ ഉത്പാരപാരം ത്രിപരൂരസായാം ദദർശ ഗാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യദത്ത. സ്വദംഷ്ടയോദ്ധൃത്യ മഹീം നിമഗ്നാം സ ഉത്തിത സംരുരുചേ രസായാഃ തത്രാതിദൈത്യം ഗതയാ പതന്തം സുനാഭ സന്ദീപിത തീവ്രമന്യുഃ. ജഗാനരുന്ദാനമസഹ്യ വിക്രമം സലീലയേവം മൃഗരാടിവംബസി തദ് രക്തപങ്കാങ്കിത ഖണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. തമാലനീലം സിതദന്തകോട്യ ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈഃ വിരിഞ്ചി മുഖ്യാ ഉപദസ്തുരീശം. ഋഷയ ഊജുഃ ജിതം ജിതം തേ അജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമഃ. യദ്രോമഗർത്തേഷു നിലില്യുരധ്വരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം. ഛന്ദാംസി യസ്യ ത്വജിബർഹിരോമസു ആജ്യം ദൃശിത്വംഘ്രിഷു ചാതുർഹോത്രം. സൃക്തുണ്ട ആസീത് ശ്രുവൈശനാസയോഃ ഇഡോദരേ ചമസാ കർണരന്ധ്രേ. പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തു തേ യച്ചർവണം തേ ഭഗവന്നഗ്നിഹോത്രം. ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്രഃ. ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോഃ സഭ്യാവസത്യം ചിതയോ സവോഹിതേ. സോമസ്തുരേതസ്തവ സവനാന്യവസ്ഥിതിഃ സംസ്ഥാവിഭേദാസ്തവ ദേവദാതവഃ. സത്രാണി സർവാണി ശരീരസന്ധിഃ ത്വം സർവയജ്ഞുക്രതുരിഷ്ടിബന്ധനഃ. നമോ നമസ്തേ കില മന്ത്രദേവതാ ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ. വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. ദംഷ്ട്രാഗ്രകോട്യാ ഭഗവൻ ത്വയാ ധൃതാ വിരാജതേ ഭൂധരഭൂസഭൂധര. യഥാ വനാം നിസ്സരതോ ദദാ ധൃതാ മതംഗജേന്ദ്രസ്യ സപത്രപത്മിനീ.
ത്രയീമയം രൂപമിദം ച സൗകരം ഭൂമണ്ഡലേനാദദാധൃതേന തേ ചകാസ്തി ശൃംഗോടഗനേന ഭൂയസ കുലാചലേന്ദ്രസ്യ യഥൈവ വിഭ്രമഃ സംസ്ഥാപയൈനാം ജഗതാം സതസ്തുഷാം ലോകായ പത്നീമസി മാതരം പിതാ വിധേമ ചാസ്യൈ നമസാ സഹ ത്വയാ യസ്യാം സ്വതേജോഗ്നിമിവാരണാവധാഃ കശ്രദ്ധതീതാന്യതമസ്തവ പ്രഭോ രസാം ഗദായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോസൗ ത്വയി വിശ്വവിസ്മയേ യോ മായയേദം സസൃജേതി വിസ്മയം വിധുന്വതാ വേദമയം നിജം വപുഃ ജനസ്തപഃ സത്യനിവാസിനോ വയം സടാശികോദ്ദൂത ശിവാംബുബിന്ദുഭിഃ വിമൃജ്യമാനാ വൃഷമീശ പാവിതാഃ സ വൈ ബദ ഭ്രഷ്ടമതിസ്തവൈഷത്തെ യഃ കർമ്മണാം പാരം അപാരകർമ്മണഃ യദ്യോഗമായാ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹിഷം. മൈത്രേയ ഉവാച ഇത്യുപസ്ഥീയമാനസ്തൈഃ മുനിഭിർബ്രഹ്മവാദിഭിഃ സലിലേ സ്വഖുരാക്രാന്തേ ഉപാദത്താവിതാവനിം സ ഇത്തം ഭഗവാൻ ഉർവീം വിശ്വക്സേനഃ പ്രജാപതിഃ രസായാ ലീലയോന്നീതാം അപ്സുന്യസ്യ യയൗ ഹരിഃ യ ഏവമേതാം ഹരിമേധസോ ഹരേഃ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണ്വീത ഭക്ത്യാ ശ്രവയേതവോഷതിം ജനാർദ്ദനോസ്യാശു ഹൃദി പ്രസീദതി തസ്മിൻ പ്രസന്നേ സകല ആശിഷാം പ്രഭൗ കിം ദുർലഭം താവിരലം ലവാത്മഭിഃ അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശയഃ സ്വയം വിദത്തേ സ്വഗതിം പരഃ പരാം. കോ നാമ ലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവൽകഥാസുതാം ആപീയ കർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത വിനാ നരേതരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വരാഹ പ്രാദുർഭാവാനുവർണ്ണനെ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 13-ാം അധ്യായമാണ് വായിച്ചത്. വരാഹാവതാര ചരിത്രം ചുരുക്കി പറഞ്ഞതായിട്ടുള്ള അധ്യായമാണ്. പിന്നീട് വിതുരൻ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഓരോരോ തത്വങ്ങൾ ചോദിച്ചതായിട്ടുള്ള സമയത്താണ് കൂടുതൽ വിശദമായി പറയുന്നത്. ശ്രീമദ് ഭാഗവതം സപ്താഹ രൂപത്തിൽ നടത്തുമ്പോൾ 1-ാം ദിവസം ഈ അധ്യായം വരെയെങ്കിലും വായിക്കണം എന്നാണ് നിയമം. പ്രഥമ ദിവസം ഈ വരാഹാവതാരം വായിച്ചിട്ടാണ് സമർപ്പിക്കുക. വേണമെങ്കിൽ 19-ാം അധ്യായം വരെയും വായിക്കാം സമയമുണ്ടെങ്കിൽ. അത് ഓരോ ആചാര്യന്മാർ അവരവരുടെ പ്രഭാഷണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒന്നുകിൽ 13-ൽ നിർത്തും, അല്ലെങ്കിൽ 19-ൽ നിർത്തും. ഏറ്റവും മിനിമം 13-ാം അധ്യായം വരെയെങ്കിലും 1-ാം ദിവസം എത്തണം. പറഞ്ഞത് എന്തിനാണ്? നമ്മളിപ്പോൾ 1-ാം ദിവസത്തെ സപ്താഹഭാഗം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ 7-ൽ-1 ആയിട്ടുള്ളൂ എന്ന് പറയാം, അല്ലേ? നമ്മുടെ ഭാഗവത പഠനം 7-ൽ-1 ആയിട്ടുള്ളൂ. എന്നാലും വേഗത്തിലാണ് കേട്ടോ. നമ്മുടെ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ 1 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ ഭാഗം എത്താനായിക്കൊണ്ട്. ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ എന്തില്ല, നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കലും ഏറ്റുചൊല്ലലും ഇല്ല. അതിൻ്റെ സമയം ലാഭമുണ്ട്. അതുകൊണ്ട്
ഇത്തിരി വേഗത്തിലാണ് പോകുന്നത്. മറ്റേത് ആഴ്ചയിൽ 5 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ, ഇത് കൂടുതലും ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ വിഷുവിനാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? ഏപ്രിൽ 15, ഇന്നിപ്പോൾ ഡിസംബർ. അപ്പോൾ ഏകദേശം 8-9 മാസം കൊണ്ട്, 8.5 മാസം മറ്റേ ആയിട്ടുള്ളൂ. 3.5 മാസം, അതിലും 4.5 മാസം കുറച്ച് കഴിഞ്ഞാൽ 7.5 മാസമേ ആയിട്ടുള്ളൂ. 7.5 മാസം കൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ, സപ്താഹത്തിലെ ഒരു ദിവസത്തെ ഏകദേശം എടുത്തു. അപ്പോൾ ഇനിയും നമുക്ക് ഒരു 5 കൊല്ലം കൊണ്ടൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും 13-ാം അധ്യായത്തിലേക്ക് വരാം. 12-ാം അധ്യായം ഇനിയും പറയുന്നില്ല. ഇന്നലത്തെ ക്ലാസ് റിവ്യൂ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 13-ലേക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 13-ോऽധ്യായः. ശ്രീശുക ഉവാച നിശമ്യവാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയഃ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ. ശ്രീശുക ഉവാച. സുഖബ്രഹ്മർഷി തുടരുകയാണ്. ഇവിടെ നമ്മൾ തൃതീയ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം, സുഖബ്രഹ്മർഷിയും പരീക്ഷിത്തും സൈലൻ്റാണ് അല്ലേ? ഇവിടെ ആരാണ് ആക്റ്റീവായിട്ട് ഡയലോഗ്? വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ഇവിടെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ വിതുര മൈത്രേയ സംവാദം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ശുഗനും പരീക്ഷിത്തും പുറകിലിരിക്കുകയാണ്. പുറകിലെന്ന് പറഞ്ഞാൽ സൈലൻ്റായിരിക്കുകയാണ്. ഇടയ്ക്ക് അവരുടെ ശബ്ദം കേൾക്കേണ്ടതാ. ശ്രീശുക ഉവാച ഈ അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം കാണുന്നുണ്ട്. സുഖബ്രഹ്മർഷി അവിടെ പറയുന്നു, നിശമ്യവാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയഃ പപ്രച്ഛ കൗരവ്യോ വാസുദേവ കഥാധൃതഃ. ഇവിടെ വദതഃ മുനേഃ പുണ്യതമാം വാചം നിശമ്യ. വദതഃ പറയുന്നവനായ മുനേഃ. ഇവിടുത്തെ മുനി ആരാണ്? മൈത്രേയ മുനി. ആ മൈത്രേയ മഹർഷിയുടെ പുണ്യതമാം വാചം നിശമ്യ, വളരെ പുണ്യതമങ്ങളായ വാക്കുകളെ കേട്ടിട്ട് അദ്ദേഹം പറയുന്നതിനൊക്കെ പുറകില് ഭഗവാനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ബ്രഹ്മദേവൻ ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പുണ്യതമങ്ങളായ വാക്കിനെ കേട്ടിട്ട്, ഹേ നൃപ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, വാസുദേവ കഥാധൃതഃ കൗരവ്യഃ ഭൂയഃ പപ്രച്ഛ. വാസുദേവ കഥ ആധൃതഃ. വാസുദേവന്റെ കഥയിൽ, ഭഗവാന്റെ കഥയിൽ ആദരവോടുകൂടിയവൻ, ആദൃതനായിട്ടുള്ളവൻ, ആ ആദരവോടുകൂടിയവനായിട്ടുള്ള കൗരവ്യഃ. ആരാ അവിടുത്തെ കൗരവ്യഃ? കുരുവംശജാതനായിട്ടുള്ള വിതുരൻ. അല്ലയോ പരീക്ഷിത്തെ, നിന്റെയൊക്കെ മുത്തശ്ശന്റെ സ്ഥാനമുള്ള ആള്. മുത്തശ്ശനുമല്ല, മുത്തശ്ശനും അച്ഛൻ്റെ സ്ഥാനമാണ്. മുത്തശ്ശനായ അർജുനനും ചെറിയച്ഛനാണ് വിതുരൻ. അപ്പോൾ എന്താ പറയുക, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, നിന്റെ പിതാമഹൻ ആയിട്ടുള്ള ആ വിതുരൻ ഭൂയഃ പപ്രച്ഛ, വീണ്ടും പ്രശ്നം ചെയ്തു. ആരോട്? മൈത്രേയ മഹർഷിയോട്. കൂടുതൽ അറിയാൻ വേണ്ടി, ഭഗവാന്റെ കഥയെ കൂടുതൽ കേൾക്കാൻ വേണ്ടി ഇദ്ദേഹം, വിതുരൻ, മൈത്രേയ മഹർഷിയോട് ചോദ്യം ചെയ്തു എന്ന് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്ന ആദ്യത്തെ ശ്ലോകം. എന്താണ് വിതുരന്റെ ചോദ്യം എന്നത് 3 ശ്ലോകം കൊണ്ട് പറയുന്നു. വിതുര ഉവാച സവൈ സ്വയംഭുവഃ സമ്രാട് പ്രിയപുത്രഃ സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നീം കിം ചകാര തതോ മുനേ. ആദ്യത്തെ ശ്ലോകം നോക്കാം. വിതുര ഉവാച, വിതുരൻ പറഞ്ഞു, സവൈ സ്വയംഭുവഃ സമ്രാട് പ്രിയപുത്രഃ സ്വയംഭുവഃ.
സ്വയംഭുവ പ്രിയപുത്ര, സ്വയംഭൂവിൻ്റെ പ്രിയപുത്രൻ. സ്വയംഭുവര ബ്രഹ്മദേവൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായ സ്വയംഭുവ, സ്വയംഭുവിൻ്റെ പുത്രനായ സ്വയംഭുവൻ എന്ന മനു എന്നർത്ഥം. സമ്രാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, അധിരാജാവ്, ഭൂമിയുടെ മുഴുവൻ രാജാവായിരിക്കേണ്ട ആളാണ് മനു. അപ്പോൾ സമ്രാട്ടായിരിക്കുന്ന, ചക്രവർത്തിയായിരിക്കുന്ന ആ സ്വയംഭുവ മനു പ്രിയാം പത്നിയും പ്രതിലഭ്യ കിം ചകാര. ഹേ മുനേ, മൈത്രേയ മുനിയെ മുനേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. പ്രിയാം പത്നിയും പ്രതിലഭ്യ, തനിക്ക് പ്രിയതമയായ പത്നിയെ ലഭിച്ചിട്ട്, എന്ന് വെച്ചാൽ ശതരൂപാദേവിയെ തനിക്ക് പത്നിയായിട്ട് ലഭിച്ചിട്ട്. അപ്പോൾ ഈ സൃഷ്ടിയിൽ, ലോകത്തിൽ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച ആള് ഈ മനുവാണ്, സ്വയംഭുവ മനുവാണ്. അദ്ദേഹത്തിനാണ് ആദ്യത്തെ ഭാര്യയെ കിട്ടിയത്. ഭാഗ്യവാൻ അല്ലേ? ആ സ്വയംഭുവ മനു തനിക്ക് പ്രിയയായ ശതരൂപാദേവി എന്ന പത്നിയെ പ്രതിലഭ്യ ലഭിച്ചിട്ട് കിം ചകാര, എന്താണ് ചെയ്തത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് ചോദിച്ചു. തുടർന്ന് ചരിതം തസ്യ രാജർഷേഹ ആദിരാജസ്യ സത്തമ ബ്രൂഹി മേ ശ്രദ്ധാനായ വിശ്വക്സേനാശ്രയോ ഹി അസൗ. ചരിതം തസ്യ രാജർഷേഹ ആദിരാജസ്യ സത്തമ ബ്രൂഹി മേ ശ്രദ്ധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ഹേ സത്തമ, വിതുരൻ മൈത്രേയനെ സംബോധന ചെയ്താണ്. സത്തമ, സത്തമ എന്ന് പറഞ്ഞാൽ സദാം തമ, സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നവനെ മൈത്രേയ മഹർഷിയെ, ആ ആദിരാജസ്യ രാജർഷേഹേ തസ്യ ചരിതം, ആദിരാജസ്യ, ആദിരാജസ്യ എന്ന് പറഞ്ഞാൽ ആദിരാജാവായവൻ്റെ, ആരാണ് ആദിരാജാവ്? മനു, സ്വയംഭുവ മനു, ഭൂമിയുടെ ആദ്യത്തെ രാജാവ്. അപ്പോൾ സർവഭൂമിയുടെയും ചക്രവർത്തിയായ ആദിരാജാവായ രാജർഷേഹേ തസ്യ, അദ്ദേഹം രാജർഷിയുമാണ്. രാജർഷി എന്ന് പറഞ്ഞാലോ രാജാവാണെങ്കിലും അദ്ദേഹം ഋഷിതുല്യനുമാണ്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ വേഷഭൂഷാദികളും പ്രവൃത്തിയും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഭാവം ഒരു ഋഷിയെ പോലെ നിസ്സംഗനായിട്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ രാജാവുമാണ്, അതേസമയം ഋഷിയുമാണ്. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുക? രാജർഷി എന്ന് പറയുക. ബാഹ്യ ലക്ഷണങ്ങളെ കൊണ്ട് രാജാവാണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഭാവം ഋഷിയുടേത്. ഉള്ളുകൊണ്ട് ഋഷി തുല്യനായി ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഈശ്വരാർപ്പണം കൊണ്ടും ഋഷി തുല്യനായിരിക്കുന്നു. പുറത്ത് പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളുടെ ജാടയൊക്കെ രാജാവിനെ പോലെ. അങ്ങനെയുള്ള ആളാണ് രാജർഷി. അപ്പോൾ അങ്ങനെയുള്ള രാജർഷേഹേ തസ്യ, അദ്ദേഹത്തിൻ്റെ ചരിതം, ആ മനുവിൻ്റെ ചരിതം ശ്രദ്ധദാനായ മേ ബ്രൂഹി, വളരെയധികം താല്പര്യമുള്ളവനായ, ശ്രദ്ധദാനൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയെ ധരിച്ചിരിക്കുന്നവൻ, ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ളവനായിട്ടുള്ള മേ, മേ എന്ന് പറഞ്ഞാൽ മഹ്യം, എനിക്കായിക്കൊണ്ട്, ബ്രൂഹി പറഞ്ഞാലും, വദ എന്നർത്ഥം തന്നെയാണ് ബ്രൂഹി പറഞ്ഞാലും, അസൗ വിശ്വക്സേനാശ്രയ ഹി. ഹി എന്നുള്ളത് എന്തെന്നാൽ, എന്തുകൊണ്ടാണ് മനുവിൻ്റെ ചരിതം ഞാൻ പറയാൻ പറയണത് എന്ന് വെച്ചാൽ, ആ മനുവിൻ്റെ ചരിതം ആ ഭഗവാനെ ആശ്രയിച്ച ആളാണ് മനു. വിശ്വക്സേന ആശ്രയ, വിശ്വക്സേനൻ എന്നുള്ളത് ഭഗവാന്റെ പര്യായമാണ്. എല്ലാ ഭാഗത്തും തൻ്റെ പ്രഭാവമുള്ളവൻ, സൈന്യം ഉള്ളവൻ. സൈന്യം എന്ന് പറഞ്ഞാൽ ആജ്ഞാശക്തിയാണ്. വിശ്വക്ക് എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തും, വിശ്വം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും, നാല് ഭാഗത്തും എന്നൊക്കെ അർത്ഥം. അങ്ങനെ എല്ലാ ഭാഗത്തും തൻ്റെ ആജ്ഞാശക്തിയോടുകൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാനെ ആശ്രയിച്ചവനാണ് ഈ മനു. എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ആ ഭഗവാനെ ആശ്രയിച്ചൊരു മഹാനാണ് ഈ സ്വയംഭുവ മനു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് കേൾക്കണം. അസൗ വിശ്വക്സേനാശ്രയ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരായ ആളുകളുടെ കഥ കേൾക്കണമെങ്കിൽ തന്നെ ഭാഗ്യം ചെയ്യണം, സുഹൃതം വേണം, അതിനൊരു സംസ്കാരം വേണം. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, വിതുരൻ തന്നെ പറയുന്നു, എന്തുകൊണ്ട് ഞാൻ ഭക്തന്മാരുടെ കഥ പറയാൻ പറയണു?
ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും രുചിയുണ്ടായി എന്ന് വരും. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങളുടെ കഥ കേൾക്കാൻ അതിലും കൂടുതൽ സംസ്കാരം വേണം. മനസ്സിലാവുണ്ടോ? ഭഗവാൻ അവതാരങ്ങളെടുത്ത ലീലകള്, ഇപ്പോൾ പുരാണങ്ങള്, ഇതിഹാസങ്ങളൊക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഒരുവിധം എന്താ പറയുക, മതവിശ്വാസവും ആധ്യാത്മികതയും ഈശ്വര ഭയവും ഒക്കെ ഉള്ള എല്ലാവർക്കും ഈശ്വരീയങ്ങളായിട്ട കഥകളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ഭാഗവതം പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവും, രാമായണം പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ഒക്കെ ഭഗവാന്റെ കഥകളാണല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഭക്തന്മാരുടെ കഥ കേൾക്കണമെങ്കിൽ അതിലും വെച്ച് കൂടുതൽ സുഹൃതം വേണം. ഭഗവാന്റെ പ്രിയപ്പെട്ടവരായ സജ്ജനങ്ങളുടെ, മഹാത്മാക്കളുടെ ചരിതം വായിക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ കേൾക്കാനും അതിലൊക്കെ ശ്രദ്ധയുണ്ടാവാനും ഇനിയും കുറേ കൂടെ സുഹൃതം വേണം. പാപം ചെയ്തവർക്ക് തോന്നില്ല, ഉള്ളിൽ അവരോടൊക്കെ ഒരു മത്സര ബുദ്ധിയാണ് ഉണ്ടാവുക. ഓ, ഇവരുടെ കഥയൊക്കെ ഇപ്പോൾ കേട്ടിട്ട് എന്താ, ഞാനും അവരെയൊക്കെ പോലെ തന്നെയാണ്, ഇപ്പം എന്നെക്കാട്ടിലും വലിയ കേമന്മാരൊന്നും അല്ലല്ലോ ഇവരൊന്നും എന്നൊക്കെ ഭാവമായിരിക്കും പലർക്കും ഉണ്ടാവുക. അവരിലൊക്കെ മനുഷ്യബുദ്ധി, ഈ മഹാത്മാക്കളിലൊക്കെ സാധാരണ മനുഷ്യരാണ് എന്നുള്ളതായിട്ടുള്ള ബുദ്ധി കൊണ്ട് അവരെക്കുറിച്ചിട്ടുള്ള കഥ കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവാറില്ല. മഹാത്മാക്കളുടെ ജീവചരിത്രമൊക്കെ ആരെങ്കിലും സമ്മാനിച്ചാൽ അത് വേറെ ആർക്കെങ്കിലും സമ്മാനിക്കുക നമ്മൾ, അല്ലേ? അത് നമ്മളൊന്ന് തുറന്നു പോലും നോക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതെന്തുകൊണ്ട്? അത് സംസ്കാരം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ്, ഈശ്വര ഭക്തി കുറഞ്ഞത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നല്ലോണം ഭക്തി വർദ്ധിക്കുമ്പോഴേ, സത്വഗുണം വർദ്ധിക്കുമ്പോഴേ മഹാത്മാക്കളുടെ ചരിതം പഠിക്കാൻ പോലും നമുക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ ചരിതം കുറേ കാലം കേട്ടിട്ടാണ് ഭഗവത് ഭക്തന്മാരുടെ ചരിതത്തിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുക. ഭഗവാന്റെ ചരിതം ഗ്രാജുവേഷനാണെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ ചരിതം പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പോൾ അതിന് പുണ്യം വേണം. അതാണ് ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിൽ മൈത്രേയൻ തന്നെ പറയണത്. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്മഞ്ജസാ സൂരിഭിരീഡിതോർത്തഃ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്മഞ്ജസാ സൂരിഭിരീഡിതോർത്തഃ യത്തൽ ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴെങ്കിലും നമ്മുടെ ഉള്ളില് ഓ ഇങ്ങനെയാണല്ലേ എന്നൊരു എൻലൈറ്റൻമെന്റ് ഉണ്ടാവട്ടെ. മഹാത്മാക്കളുടെ ചരിതം കേൾക്കാൻ സുഹൃതം വേണം, പുണ്യം വേണം, സംസ്കാരം വേണം, ഒന്നുകൂടെ ഹൃദയം ശുദ്ധമാകണം, മത്സരബുദ്ധി ഇല്ലാതാവണം, അഹങ്കാരം ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ആസ്വദിക്കാനുള്ള പാകതയുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തുകയാണ് വേണ്ടത്. നമ്മൾക്ക് മഹാത്മാക്കളുടെ കഥ കേൾക്കുമ്പോൾ രുചിയുണ്ടോ, താല്പര്യമുണ്ടോ, വായിക്കാൻ തോന്നുന്നുണ്ടോ, പഠിക്കാൻ തോന്നുന്നുണ്ടോ, കേൾക്കാൻ തോന്നുന്നുണ്ടോ, ചിന്തിക്കുക. ഇപ്പം എന്താ പറയുന്നത് ഇവിടെ? യേഷാം ഹൃദയേഷു മുകുന്ദപാദാരവിന്ദം തദ്ഗുണാനുശ്രവണം യത് തത് പുംസാം സുചിരശ്രമസ്യ ശ്രുതസ്യ അർത്ഥഃ സൂരിഭിഃ ഈഡിതഃ. യേഷാം ഹൃദയേഷു, ആരുടെ ഹൃദയങ്ങളിലാണോ മുകുന്ദപാദാരവിന്ദം, ഭഗവാൻ മുകുന്ദൻ്റെ പാദാരവിന്ദം എന്ന് വെച്ചാലോ, സജ്ജനങ്ങൾ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ എന്തിനാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഭഗവാന്റെ പാദാരവിന്ദം. ആ മുകുന്ദ പാദാരവിന്ദം ആരുടെ ഹൃദയത്തിലാണോ ഉറച്ചിരിക്കുന്നത്, തൽഗുണാനുശ്രവണം, അവരുടെ ഗുണങ്ങളുടെ അനുശ്രവണം, നിരന്തരമായ ശ്രവണം. ഇപ്പൊ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളുടെ ഗുണഗണങ്ങൾ കേൾക്കുക, അനുശ്രവണം ചെയ്യുക എന്നത് യത് തത് പുംസാം സുചിരശ്രമസ്യ ശ്രുതസ്യ അർത്ഥഃ. അത് പുംസാം, മനുഷ്യന്മാരുടെ
സുചിരശ്രമസ്യ ശ്രുതസ്യ അർത്ഥഃ. സുചിരം വളരെ കാലം ശ്രമം ചെയ്ത് പരിശ്രമിച്ച് ശ്രുതസ്യ ശാസ്ത്രങ്ങൾ പഠിച്ചതിൻ്റെ, വേദങ്ങൾ പഠിച്ചതിൻ്റെ, പുരാണ ഇതിഹാസങ്ങൾ കേൾക്കുന്നതിൻ്റെയൊക്കെ അർത്ഥഃ. അർത്ഥഃ എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഭഗവാന്റെ കഥ കേൾക്കൽ ഒരു വൃക്ഷത്തിൻ്റെ പൂക്കൾ ഉണ്ടാവലാണെങ്കിൽ മനുഷ്യ ജീവിതമെന്ന വൃക്ഷത്തിൻ്റെ പൂക്കൾ ഉണ്ടാവലാണ് ഭഗവത് കഥ കേൾക്കൽ, ശാസ്ത്രശ്രവണം ചെയ്യൽ ഒക്കെ. അതിൻ്റെ ഒന്നുകൂടെയുള്ള സാഫല്യമാണ് ഈ പൂക്കൾ കായ്കളായി പരിണമിക്കുന്ന അവസ്ഥയാണ് മഹാത്മാക്കളുടെ ചരിതം കേൾക്കുക എന്ന് പറയുന്നത്. അതാണ് പുംസാം സുചിരശ്രമസ്യ ശ്രുതസ്യ അർത്ഥഃ. വളരെ കാലം ശാസ്ത്രങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ ഫലം തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ മുകളിലുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു മഹാത്മാക്കളുടെ ജീവചരിത്രം കേൾക്കാൻ തോന്നുക എന്നുള്ളത് എന്ന് സൂരിഭിഹി ഈഡിതഃ. സൂരികളാൽ പറയപ്പെട്ടിട്ടുണ്ട്. മഹാത്മാക്കളാൽ, പൂർവീകരായ മഹാത്മാക്കളാൽ, വിദ്വാൻമാരാൽ ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവത് ഭക്തന്മാരുടെ കഥയിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നത് വളരെയധികം നമ്മൾ പുണ്യം ചെയ്ത ആ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ്. പുണ്യ സംസ്കാരത്തിൻ്റെ ഫലമാണ് മഹത് ജനങ്ങളുടെ കഥയിൽ താല്പര്യം ജനിക്കുന്നത്. അതൊന്ന് ഉറപ്പിച്ചോളൂ. ഇതാരാ പറഞ്ഞത്? വിദ്വാനായ വിതുരനാ പറഞ്ഞത്, നിസ്സാരക്കാരനല്ല പറഞ്ഞത്. യമധർമ്മ രാജാവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള വിതുരനാണ് പറഞ്ഞത്. അതിന് അത്രയും കേട്ടപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി ഇവിടെ പരീക്ഷത്തിനോട് പറയുന്നു, മൈത്രേയ മഹർഷി എന്ത് പറഞ്ഞു എന്നുള്ളത്. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. ഭഗവത്കഥായാം പ്രണീയമാനഃ മുനിഹി. ആരാണ് ഇവിടുത്തെ മുനിഹി? മൈത്രേയ മുനി. അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? ഭഗവത്കഥായാം പ്രണീയമാനഃ, ഭഗവാന്റെ കഥയിലേക്ക് പ്രകർഷേണ നീയമാനനായി നയിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരുടെ കഥ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ കഥ തന്നെയാണ്. അപ്പൊ ഭഗവത് കഥകളിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ടവനായ മുനി അദ്ദേഹം എങ്ങനെയായി? പ്രഹൃഷ്ടരോമാ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. ആർക്ക്? മൈത്രേയ മഹർഷിക്ക് രോമാഞ്ചം ഉണ്ടായി. എന്തുകൊണ്ട്? വിതുരൻ ഭഗവത് ഭക്തന്മാരുടെ കഥ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ വിതുരന്റെ ശ്രദ്ധയും അത് നിമിത്തം തനിക്കുണ്ടായിട്ടുള്ളൊരു ഭാഗ്യവും. ഇപ്പൊ തനിക്ക് മഹാത്മാക്കളുടെ കഥ പറയാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. യോഗ്യനായിട്ടുള്ള ശ്രദ്ധയുള്ളൊരു ശ്രോതാവിനെ കിട്ടി, ഉത്തമനായിട്ടൊരു ശ്രോതാവിനെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി കണ്ടപ്പോൾ ഭഗവാന്റെ കഥയും ഭഗവത് ഭക്തന്മാരുടെ കഥയും പറയുന്നതിൽ എന്തെന്നില്ലാത്ത ഉത്സാഹമുണ്ടായ ആ മൈത്രേയ മഹർഷിക്ക് രോമാഞ്ചമുണ്ടായി. അതാണ് ഇവിടെ പ്രഹൃഷ്ടരോമ എന്ന് പറഞ്ഞത്. മൈത്രേയ മഹർഷിക്ക് രോമാഞ്ചം ഉണ്ടായി. ഭഗവത്കഥായാം പ്രണീയമാനഃ പ്രഹൃഷ്ടരോമാ മുനി എന്ത് ചെയ്തു? ഇതി ബ്രുവാണം വിനീതം വിതുരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ വിനീതനായ വിതുരനോട്, ഈ വിതുരൻ ശരിക്ക് വിനീതനാണ്, അഭിനയമല്ല. നമ്മളൊക്കെ പലപ്പോഴും വിനയം അഭിനയിക്കാറാണ് അല്ലേ? ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി വിനയം അഭിനയിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ നമ്മുടെ തനി സ്വഭാവം കാണും. സജ്ജനങ്ങളുടെ, മഹാത്മാക്കളുടെ ഒക്കെ മുമ്പിൽ ചെന്ന് വിനയം അഭിനയിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊക്കെ പുച്ഛമായിരിക്കും പലർക്കും. അത് കാപട്യമാണ്. അതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ളവരടുത്ത് പോകാതിരിക്കുകയാണ്.
നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നവരോട് പോകാതിരിക്കുക, പോയിട്ട് കൃത്രിമമായിട്ടുള്ള വിനയം അഭിനയിക്കാതിരിക്കുക, ഇപ്പുറത്ത് വന്ന് കുറ്റം പറയാതിരിക്കുക. അപ്പോൾ ആ വിനീതനായിരിക്കുന്ന വിതുരനോട് എന്ത് ചെയ്തു? സഹസ്രശീർഷ്ണ ചരണോപദാനം വിതുരം അഭ്യചഷ്ട. അഭ്യാഖ്യാനം ചെയ്തു, പറയാൻ തുടങ്ങി എന്നാണ് അർത്ഥം. എങ്ങനെയുള്ള വിതുരനോട്? സഹസ്രശീർഷ്ണ ചരണോപദാനം എന്നും കൂടി വിതുരനെ വിശേഷിപ്പിച്ചതാണ്. വിതുരൻ ആരാണ്? സഹസ്രശീർഷ്ണ ചരണോപദാനം എന്ന് പറഞ്ഞു. ചരണ ഉപദാനം എന്ന് പറഞ്ഞാൽ പാദപീഠം എന്നാണ് അർത്ഥം. പാദം വയ്ക്കുന്ന പീഠം, ഉപദാനം, ഉപധാരതീതി ഉപദാനം. സമീപത്ത് മെയിൻ സീറ്റിലിരുന്നു കൊണ്ട് നമ്മൾ കാല് ഒരു പീഠത്തിലേക്ക് വെച്ചാൽ ആ പീഠത്തിന്റെ പേരാണ് ഉപദാനം. ഇവിടെ വിതുരൻ സ്വയം ഒരു ഉപദാനമാവുകയാണ്. ആർക്ക്? ഭഗവാന്. നമ്മൾ മഹാഭാരതം കഥയിൽ കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി കൗരവസഭയിൽ ദൂതുപോയ ഭഗവത് ദൂത് അല്ലേ? ആ ദൂതുപോയ ഭഗവാൻ എവിടെയാണ് താമസിച്ചത്? ദുര്യോധനൻ കൊട്ടാരമൊക്കെ ഒരുക്കി വെച്ചു, വലിയ സദ്യയൊക്കെ ഒരുക്കി വെച്ചു. അതിലൊന്നും ഭഗവാൻ താല്പര്യം കാണിച്ചില്ല, പങ്കെടുത്തില്ല, അതൊന്നും സ്വീകരിച്ചില്ല. അദ്ദേഹം നേരെ പോയത് വിതുരന്റെ ഗൃഹത്തിലേക്കായിരുന്നു. അപ്പോൾ ആ വിതുരന്റെ ഗൃഹത്തിൽ ചെന്നപ്പോൾ ആ വിതുരന്റെ എന്താണോ നിസ്സാരമായിട്ടുള്ള ഭിക്ഷ യാദൃച്ഛികമായി ചെന്നതാണ്. വിതുരൻ തയ്യാറായിരുന്നില്ല, വിതുര പത്നിയും തയ്യാറായിരുന്നില്ല. ഭഗവാൻ വരുന്നുണ്ട്, ഒരുക്കങ്ങൾ വേണം, ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ പരിഭ്രമിച്ച് പരവശരായി വിതുരനും വിതുര പത്നിയും അല്ലേ? അങ്ങനെ പല കഥകളുണ്ട്. വിതുരന്റെ പത്നി പഴം തൊലിച്ച് തൊലി കളഞ്ഞുകൊണ്ട് ഉള്ളിലുള്ള കാമ്പ് പഴം കളഞ്ഞുകൊണ്ട് തൊലിയെ ഭഗവാന് സമർപ്പിച്ചു എന്നൊക്കെ കഥകളുണ്ട്. അതുപോലെ വിതുരന്റെ ഗൃഹത്തിലെ കഞ്ഞി കുടിച്ചു ഭഗവാൻ എന്നൊക്കെയുള്ള കഥകളുണ്ട്. അതൊക്കെ ഭഗവാൻ ആ വിതുരനെ എന്താ പറയുക, എത്രത്തോളം വിതുരനോട് ഭഗവാന് സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, ആ വിതുരന്റെ മാഹാത്മ്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വിതുരന്റെ ഗൃഹത്തിൽ ഭഗവാൻ ചെന്നപ്പോൾ വിതുരൻ ഭഗവാനെ പൂജിച്ചത്, സൽക്കരിച്ചത് തൻ്റെ അവിടെയുള്ള പീഠത്തിൽ ഭഗവാനെ ഇരുത്തിയിട്ട് ഭഗവാന്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് തലോടിക്കൊടുത്തുകൊണ്ടാണ്. ഭഗവാനുമായിട്ട് സംവാദം ചെയ്യുമ്പോൾ വിതുരൻ ഭഗവാന്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അതിനെ തലോടിക്കൊണ്ടേയിരുന്നു, അതിനെ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ വിതുരൻ സ്വയം ഭഗവാന്റെ പാദപീഠമായി ഭവിച്ചു. അതാണ് ഇവിടുത്തെ ചരണോപദാനം സഹസ്രശീർഷ്ണ എന്നാണ്. സഹസ്രശീർഷാവാണ് ഭഗവാൻ, വിശ്വരൂപനാണ് ഭഗവാൻ അല്ലേ? ആ കൗരവ സദസ്സിൽ തന്നെ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ ആയിരക്കണക്കിന് ശിരസ്സുകളുള്ളവനായിട്ടുള്ള വിഷ്ണുവിൻ്റെ പാദപീഠ രൂപത്തിൽ പ്രവർത്തിച്ചവനാണ്. മടിയിൽ കാൽ വെച്ച് ഭഗവാന്റെ കാലിനെ, പാദത്തിനെ ശുശ്രൂഷിച്ച. അപ്പോൾ ഫിസിക്കലി ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാത്മാവാണ് വിതുരൻ. ബാക്കിയുള്ള യോഗീശ്വരന്മാരൊക്കെ ഭഗവാന്റെ പാദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പാടുപെടുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം നാദതേ പാദമൂലം. അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. യോഗീന്ദ്രന്മാരൊക്കെ ഭഗവാന്റെ പാദം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഫിസിക്കലി ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിക്കാറില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് ഭഗവാന്റെ പാദത്തെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. ലക്ഷ്മി ദേവിക്കും അതുപോലെയുള്ള അല്ലേ മഹാബലിക്ക് ഭഗവാന്റെ പാദം കഴുകാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾക്ക് അല്ലേ, കാളിയൻ അഹങ്കാരിയാണെങ്കിലും ഭഗവാന്റെ പാദം ശിരസിലണിയാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ ഭഗവാന്റെ പാദസ്പർശം. അതിലേറ്റവും ശ്രേഷ്ഠനാണ് വിതുരൻ. അദ്ദേഹം ഭഗവാന്റെ പാദത്തെ തൻ്റെ മടിയിൽ കുറേ നേരം വെച്ച് അതിനെ
ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ഭഗവാന്റെ പാദപീഠം എന്നൊരു ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടി. നോക്കൂ, അതാണ് സഹസ്രശീർഷ്ണ ചരണോപദാനം വിദുരം. സഹസ്രശീർഷാവിൻ്റെ ചരണ ഉപദാനമായ വിദുരനോട് അഭ്യചഷ്ട പറഞ്ഞു. ആര് പറഞ്ഞു? മുനി, മൈത്രേയ മുനി പറഞ്ഞു എന്നർത്ഥം. ഇതി ബ്രുവാണം വിദുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപദാനം പ്രഹൃഷ്ടരോമാ ഭഗവൽ കഥായാം പ്രണീയമാനോ മുനിരഭ്യചഷ്ട. അപ്പോൾ മഹാത്മാക്കളുടെ കഥ കേൾക്കാൻ സുഹൃതം വേണമെന്ന് ആദ്യം മനസ്സിലാക്കുക. മഹാത്മാക്കളെക്കുറിച്ച് വന്ദിച്ചില്ലെങ്കിൽ പോലും നിന്ദിക്കാതിരിക്കുക. മഹാത്മാക്കളെ നിന്ദിച്ചാൽ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരേതെങ്കിലും ജന്മത്തിലോ അവരുടെ ജ്ഞാനം നേടുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള പാപങ്ങളൊക്കെ ഈ നിന്ദിക്കുന്നവരെ അനുഭവിക്കേണ്ടി വരും. നിന്ദിക്കുന്നവരെ പോയി ചേരും. മഹാത്മാക്കളെ വന്ദിച്ചാലോ അവർ ചെയ്യുന്ന പുണ്യങ്ങളുടെ മുഴുവൻ ഫലം ഈ വന്ദിക്കുന്നവർക്ക് വന്നു ചേരും. മഹാത്മാക്കളെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മഹാത്മാക്കളെ നമ്മൾ വന്ദിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫലം. അവർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം നമുക്ക് കിട്ടും. അവരെ നിന്ദിച്ചാലോ അവർ ചെയ്ത പാപങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പങ്കിട്ട് തരും. അത് ഈശ്വര നിയമമാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ നിന്ദിച്ചിട്ടുള്ളവർ ജീവിതത്തിൽ കഷ്ടപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. മഹാത്മാക്കളെ വന്ദിക്കാൻ പഠിക്കുക. വന്ദിച്ചില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ എല്ലാ മഹാത്മാക്കളെയും നമുക്ക് തിരിച്ചറിയുകയില്ല, അവരുടെ മഹത്വം അറിയുകയില്ല, അവരെ വന്ദിക്കാൻ അറിയില്ല. എങ്കിലും നിന്ദിക്കാതിരിക്കുക, അതെങ്കിലും മിനിമം പാലിക്കുക. നമ്മുടെ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു മഹാത്മാവ് എന്തെങ്കിലും ഒരു ഇത്തിരി പേരെടുക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ചെളിവാരി എറിയാനും അവരുടെ അടുത്തേക്ക് ആരും പോകാതെയാക്കാനുള്ള പരിശ്രമങ്ങൾ എല്ലാ തരത്തിലും, അന്യമതസ്ഥരാണ് അത് ചെയ്യാന്ന് വിചാരിക്കേണ്ട, നമ്മുടെ ആൾക്കാർ തന്നെ, വിവരം കെട്ട കമ്മ്യൂണിസ്റ്റുകാർ പോലെയുള്ള ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതിന് കൂട്ടു നിൽക്കാതിരിക്കുക നമ്മളൊക്കെ, അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു അമ്മയെക്കുറിച്ച് വളരെയധികം ട്രോളിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ അമ്മ വളരെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നുണ്ട്. പാവം, അവർ വിദ്യാഭ്യാസം കുറവാണ്, വൈദികങ്ങളായിട്ടുള്ള ശാസ്ത്രജ്ഞാനം കുറവാണ്. പക്ഷെ അവരൊരു സത്യസന്ധയായിട്ടുള്ള ഉപാസകയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു കളവും ആരെയും പറ്റിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും അവർക്കില്ല. പിന്നെ എന്തിനാ അവരെ ഇങ്ങനെ ക്രൂശിക്കണത്, ചെളിവാരി എറിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊങ്ങി വരുമ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കുക, അതിനെയൊക്കെ ചെളിവാരി എറിയുക, അവിടേക്കൊന്നും ആരും പോകാതെയാക്കുക എന്നുള്ളത് കുറേ ആളുകളുടെ അജണ്ടയാണ്. അത് പല അവരവരുടേതായിട്ടുള്ള മതം വളർത്താനോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി വളർത്താനോ അല്ലെങ്കിൽ അസൂയ കൊണ്ടോ ഒക്കെ. അസൂയയാണ് ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഏറ്റവും പ്രധാനം. പരസ്പരം അസൂയ. ഒരാൾ പൊങ്ങുന്നത് കാണുമ്പോൾ ഞണ്ടുകൾ തമ്മിൽ പിടിച്ചു വലിച്ചിടുന്നത് പോലെ ഒരു ഞണ്ടിനെ വേറൊരു ഞണ്ട് വലിച്ചിടുന്ന സ്വഭാവമാണ് ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ളത്. അത് പാടില്ല. അത് നല്ലതിനല്ല, അത് നാശത്തിനാണ്. അവരുടെ മനസ്താപം, അവരുടെ ശാപം, അത് നമ്മൾക്ക് വലിയ ദുഃഖം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക. നാരായണ. ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കാതിരിക്കുക. സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ അഭിവ്യക്തിയാണ്. സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ അഭിവ്യക്തിയാണ്. കല്ലിനെ പൂജിക്കുന്ന നമുക്ക് ജീവനുള്ള മനുഷ്യരെ പൂജിക്കാൻ എന്തിനു മടിക്കണം? കല്ലിനെ പൂജിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ജഡമായ കല്ലിൽ ഈശ്വര ചൈതന്യത്തെ ആവഹിച്ച് പൂജിക്കുന്നവരാണ് നമ്മൾ. ചാണക ഉരുളയിൽ ഈശ്വരനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. വെറും ചാണകം ഉരുട്ടി വെച്ച് ഗണപതി എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ.
അതിലും അത്രയും വലിയ ഉപാസന ചെയ്യുന്ന ചാണക ഉരുളയെ ഈശ്വരനാക്കാൻ കഴിവുള്ള നമുക്ക് ജീവനുള്ള സജ്ജനങ്ങളെ ഈശ്വരനെന്ന് കാണാൻ എന്തിനു മടിക്കണം? അപ്പോൾ അസൂയ അതൊഴിവാക്കുക. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ സാധനകൾ ചെയ്യട്ടെ, അവർ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യട്ടെ. അതിനെയൊക്കെ നമ്മൾ അനുകൂലിച്ചില്ലെങ്കിൽ പോലും പ്രതികൂലിക്കാതിരിക്കുക, അതിനെ എതിർക്കാതിരിക്കുക, നിന്ദിക്കാതിരിക്കുക, പഠിക്കുക. ഹിന്ദുക്കളെ പഠിക്കുക, പഠിപ്പിക്കുക. നമ്മൾ മഹാത്മാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ പോലും അപമാനിക്കാതിരിക്കാൻ പഠിക്കുക. നാരായണ. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യയാ സാകം ജാതഃ സ്വയംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭം അഭാഷത. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യയാ സാകം ജാതഃ സ്വയംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭം അഭാഷത. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി കഥ തുടരുന്നു വിതുരനോട്. യഥാ എപ്പോഴാണോ സ്വഭാര്യയാ സാകം സ്വയംഭുവഃ മനുഃ ജാതഃ, തൻ്റെ ഭാര്യയോടുകൂടെ ശതരൂപാദേവിയോടുകൂടെ സ്വയംഭുവ മനു ജാതനായത്, ജനിച്ചത്, ഉണ്ടായത്. തത് അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ വലിയ ദമ്പതികളായിട്ട് തന്നെയാണ് അവർ ജനിച്ചത്. പ്രാഞ്ജലിഹി അഞ്ജലി കൂപ്പിക്കൊണ്ട്, കൈകൂപ്പിക്കൊണ്ട്, പ്രണതഃ പ്രണാമപൂർവം നമസ്കാരപൂർവമായിട്ട്, വേദഗർഭം അഭാഷത വേദഗർഭനോട് ഭാഷണം ചെയ്തു. വേദഗർഭൻ ഗർഭത്തിൽ വേദങ്ങളെ ധരിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാലോ തൻ്റെ ഉള്ളിൽ എല്ലാ അറിവും ഉള്ളവൻ, സർവജ്ഞനായിരിക്കുന്ന ആ ബ്രഹ്മദേവനോട് പറഞ്ഞു. ആ ബ്രഹ്മദേവന്റെ ഉള്ളില് സർവജ്ഞാനവുമുണ്ട്. വേദഗർഭനാണ് അദ്ദേഹം. ആ വേദഗർഭനോട് ഇങ്ങനെ പറഞ്ഞു. അഭാഷത. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃത് വിത്തതഃ പിതാ അദാപിനഃ പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത് തദ്വിദേഹി നമസ്തുഭ്യം കർമ്മസു ഈഡ്യ ആത്മശക്തിഷു യത് കൃത്വാ ഇഹ യശോ വിശ്വക് അമുത്ര ച ഭവേത് ഗതിഃ. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃത്ത വിത്തതഃ പിതാ. അദ്ദേഹം ബ്രഹ്മദേവനെ പുകഴ്ത്തിക്കൊണ്ട് പറയണം. ത്വം ഏകഃ, അങ്ങൊരുവൻ തന്നെയാണ്. സർവഭൂതാനാം ജന്മകൃത്ത്, സർവഭൂതങ്ങൾക്കും ജന്മത്തെ ചെയ്യുന്നവൻ, എല്ലാവരെയും ജനിപ്പിക്കുന്നവൻ അങ്ങ് തന്നെയാണ് എന്ന് ബ്രഹ്മദേവനെ നോക്കി മനു പറയുകയാണ് കൈകൂപ്പിക്കൊണ്ട്. അച്ഛനെ നോക്കി മകൻ പറയുകയാണ്. സർവഭൂതാനാം ജന്മകൃത്ത്. അതുപോലെ വിത്തതഃ പിതാ. വിത്തതഃ എന്ന് പറഞ്ഞാൽ വിത്തം ദദാതി, ധനം കൊടുക്കുന്നു. എങ്ങനെയാണോ അച്ഛൻ മക്കൾക്ക് അച്ഛൻ്റെ സമ്പാദ്യം പങ്കിട്ട് കൊടുക്കുന്നത് അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി. നിങ്ങൾ ഓരോരുത്തരും കുട്ടികളായിരിക്കുമ്പോഴും അച്ഛൻ തന്നെയാണ് എല്ലാ ധനവും കൊടുക്കുന്നത്. പിന്നെ വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോഴും അവർക്ക് എന്തെങ്കിലും കൈത്തൊഴിലുകൾ ചെയ്യാൻ, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിക്കൊണ്ട് ക്യാപിറ്റൽ ആദ്യം കൊടുക്കുക ആരാണ്? അച്ഛന്മാർ തന്നെയാണ്. അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്കെടുത്തിട്ട് ഇത്ര രൂപ കയ്യിൽ വെച്ചോ, ഇത് ബിസിനസ് നീ തുടങ്ങിക്കോ, ഇതേ ഉള്ളൂ, ഇനി ഇതിൻ്റെ അപ്പുറത്തൊന്നും തരാനില്ല, ഇതുകൊണ്ട് നീ നന്നായിക്കൊള്ളണം, ഇത് നീ നശിപ്പിച്ചാലോ അത് നിന്റെ പ്രാരബ്ധം, നീ അനുഭവിച്ചോ, അപ്പം നിന്റെ ജീവിതം ഇതുകൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആരാ കൊടുക്കാറ്? സാധാരണ പിതാക്കന്മാരാണ് മക്കൾക്ക് ജീവിതം തുടങ്ങാനായിക്കൊണ്ടുള്ള ഇത് കൊടുക്കുക, അല്ലേ? അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഓരോ രംഗത്തേക്ക് പ്രഗത്ഭരാക്കി വിടും. എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ ധനത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. വിദ്യാഭ്യാസമാണെങ്കിലും വിത്തതഹ എന്നുള്ളതിന് വൃത്തിദഹ എന്ന പാഠഭേദം, രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം ദാനം ചെയ്യുന്നവൻ,
വൃത്തിദഹ എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. വിത്തം എന്ന് പറയുമ്പോൾ ധനം എന്ന് മാത്രം തെറ്റിദ്ധരിക്കും. വൃത്തിദഹ എന്ന് പറയുമ്പോഴോ ഉപജീവന മാർഗം നൽകുന്നവൻ. അപ്പോൾ ബ്രഹ്മദേവൻ തന്നെയാണ് തൻ്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വാസനയ്ക്കനുസരിച്ചിട്ടുള്ള ഉപജീവന മാർഗം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആള്, ഫെസിലിറ്റേറ്റർ. ഇപ്പോൾ വൃത്തിദഹ, അവരവരുടെ കരിയർ അവരവർ ബിൽഡപ്പ് ചെയ്തോളൂ, അതിന് വേണ്ട ഫുൾ സപ്പോർട്ട് പിതാക്കന്മാർ കൊടുക്കുന്നു, അവിടെ ബ്രഹ്മദേവൻ കൊടുക്കുന്നു. ഇപ്പോൾ വൃത്തിദഹ പിതാവുമാണ്, അച്ഛനാണ് അങ്ങ് എല്ലാവർക്കും. അദാപി എന്നാലും എന്ന് പറഞ്ഞുകൊണ്ട്, അദാപി അപ്രകാരമൊക്കെ ആണെങ്കിലും നഹ പ്രജാനാം തേ ശുശ്രൂഷ കേനവാ ഭവേത്. പ്രജാനാം നഹ, പ്രജകളായ ഞങ്ങൾക്ക് തേ ശുശ്രൂഷ, അങ്ങയെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. മക്കളായ ഞങ്ങൾ അച്ഛനായ അങ്ങയെ ശുശ്രൂഷിക്കേണ്ടേ? അതല്ലേ മര്യാദ. അങ്ങ് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങയുടെ ധർമ്മം. അപ്പൊ പിതൃ ശുശ്രൂഷ, ഗുരു ശുശ്രൂഷ എന്നുള്ളത് തിരിച്ചും വേണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയായാൽ അങ്ങയുടെ പൂജ, അങ്ങയെ ശുശ്രൂഷിക്കാൻ കേനവാ ഭവേത്, ഹൗ ക്യാൻ വി സെർവ് യു? കേന എന്ന് പറഞ്ഞാൽ എപ്രകാരമായാൽ ഭവിക്കും, എന്തു ചെയ്താൽ അങ്ങേക്ക് സന്തോഷമാകും, അങ്ങ് ഞങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഓരോ മക്കളും അച്ഛന്മാരോടും അമ്മമാരോടും ചോദിക്കേണ്ട ചോദ്യമാണിത്. നമ്മുടെ പിതാമഹനായിട്ടുള്ള മനു ചോദിച്ച് മാതൃക കാണിച്ചു തരുന്നു നമുക്ക്. നമ്മുടെയൊക്കെ പൂർവീക പിതാമഹനാണ് ഈ സ്വയംഭുവ മനു. മനുഷ്യന്മാരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് അദ്ദേഹം മാതൃക കാണിച്ചു തരുന്നു. അച്ഛനായ ബ്രഹ്മദേവനെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് വിനയത്തോടുകൂടെ, അങ്ങ് തന്നെയാണ് ഞങ്ങളെ ജനിപ്പിച്ചത്, അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ജീവനമാർഗങ്ങളെ നൽകുന്നത്, അങ്ങനെയുള്ള അങ്ങേക്ക് ഞങ്ങൾ എന്താ തിരിച്ച് നൽകേണ്ടത്? എങ്ങനെ ഈ കടം വീട്ടാൻ സാധിക്കും? അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിൻ്റെ പ്രത്യുപകാരം ശുശ്രൂഷയായി എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തു ചെയ്താൽ അങ്ങേക്ക് സന്തോഷമാകും? അതാണ് അദാപി നഹ പ്രജാനാം തേ ശുശ്രൂഷ കേനവാ ഭവേത്. നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിക്കേണ്ടതാണ്. അവരുടെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതാണ്. അവർ പറയില്ല, പല അച്ഛനമ്മമാരും പറയില്ല. എന്ത് പറയും? നിങ്ങൾ സുഖമായിരുന്നാൽ മതി മക്കളെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, അല്ലേ? ഒരു നല്ല പെൻഷനൊക്കെ ഉള്ള അച്ഛനമ്മമാരാണെങ്കിൽ അവർക്ക് മക്കളുടെ ആശ്രയമില്ല, ഇല്ല. സർക്കാർ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചവരാണെങ്കിൽ ഇപ്പോൾ നല്ല പെൻഷനുകളുണ്ട് എല്ലാവർക്കും. രണ്ടുപേരും സർക്കാർ ജോലിക്കാരായിരുന്നെങ്കിൽ 50,000 വീതം 1,00,000 രൂപയെങ്കിലും മിനിമം ഓരോ വീടുകളിലും പെൻഷൻ ഉണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നത് പല ദമ്പതികളും. എന്നോട് തന്നെ പല സർക്കാർ ഉദ്യോഗസ്ഥരായി വിരമിച്ചവർ പറയാറുണ്ട്, നാണക്കേട് തോന്നുന്നു ഞങ്ങൾക്ക്, ജോലി ചെയ്ത കാലത്തിനേക്കാൾ കൂടുതലാണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 30 കൊല്ലം സർക്കാർ ജോലി ചെയ്തു, ഇപ്പം അതിനുശേഷം റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 40 കൊല്ലമായി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 55 വയസ്സിൽ റിട്ടയറായിട്ട് പിന്നെ 90, 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോഴേക്കും അവർക്ക് പെൻഷൻ ഇങ്ങനെ കൂടി 1,00,000 രൂപയൊക്കെ പെൻഷനായി വരുന്നുണ്ട് ഒരു മാസം. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. അതൊക്കെ മക്കൾക്ക് വേണ്ടി കൂട്ടി വെക്കും. എന്നിട്ടോ ആ മക്കൾ മുടിയന്മാരായ പുത്രന്മാരായി മാറും. അങ്ങനെ മക്കൾക്ക് കൂട്ടിവെക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാനാക്കുക. ബാക്കി കിട്ടുന്ന ഈ പെൻഷനൊന്നും തനിക്ക് അർഹതയില്ലാത്തതാണെന്ന് ബോധ്യം വേണം. എന്നിട്ടത് സമൂഹത്തിന് തന്നെ സേവനമായിട്ട് തിരിച്ചു കൊടുക്കണം. അല്ലാതെ സ്വന്തം മക്കൾക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. സമൂഹത്തോട് കടപ്പാടുണ്ട്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. സമൂഹത്തിൽ പല അന്യായങ്ങളും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പെൻഷനും ശമ്പളവും ഒക്കെ അന്യായങ്ങളാണ്. പലതും അർഹതയുള്ളതൊന്നുമല്ല. പലതും അർഹതയിൽ കൂടുതലാണ് പലരും പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയണം. അന്യായമാണ്. എത്രയോ ആളുകൾ ഇവിടെ കൃഷിക്കാരും അതുപോലെയുള്ളതായിട്ടുള്ള ആളുകളൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും അവർക്ക് ഒന്നും കിട്ടാനില്ല. ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമില്ല, ഒരു പെൻഷനും ഇല്ലാതെ എത്രയോ കാലങ്ങൾ കഴിച്ചുകൂട്ടി.
അവരൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, കേരളത്തിൽ കൃഷി വകുപ്പ് എന്നൊരു വകുപ്പിൻ്റെ കീഴിൽ എത്ര ഉദ്യോഗസ്ഥന്മാരാണ്? 280 കോടി ഓരോ മാസവും അവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണം. എന്നിട്ട് ഈ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശരിക്കും കൃഷിക്കാർ എത്ര പേര് ഇവിടെ ദാരിദ്ര്യവും കടങ്ങളും പെരുകി ആത്മഹത്യ ചെയ്യുന്നു? അപ്പോൾ ഈ കൃഷി വകുപ്പിലെ 280 കോടി ചെലവാക്കുന്നത് ആ ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എന്താ? അപ്പോൾ ഇതൊക്കെ അർഹതയുള്ളവരാണ് ഇവർ ശമ്പളം വാങ്ങിക്കുന്നതും പെൻഷൻ വാങ്ങിക്കുന്നതും ഒക്കെ. ജോലിയെടുക്കുന്ന കാലത്തെ നിഴല് കടത്തി ഒരു പണിയും ചെയ്യാതെ യൂണിയൻ പ്രവർത്തനവും ചെയ്ത് സിന്ദാബാദ് വിളിച്ച് ശമ്പളവും വാങ്ങിച്ചിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അർഹതയില്ലാത്ത പെൻഷനും കുറേ. അത് 2 പേര് വീട്ടിൽ ദമ്പതിമാരുണ്ടെങ്കിൽ 2 പേർക്കും പെൻഷൻ. എന്നിട്ട് അവരും സുഖിച്ചിരിക്കുക, മക്കൾക്കും കൂട്ടി വയ്ക്കുക. അത് മര്യാദയേ അല്ല, അത് എന്താ പറയുക, അധർമ്മമാണ് എന്ന് ഒന്നാമത് ബോധ്യം വേണം. അങ്ങനെ അധർമ്മം കൊണ്ട് സമ്പാദിച്ച ധനം മക്കൾക്ക് ഉപയോഗപ്പെടുകയില്ല എന്നും കൂടി മനസ്സിലാക്കുക. അങ്ങനെ മക്കൾക്ക് കൂട്ടിവെച്ചാൽ ആ മക്കൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ല, ദോഷമേ ഉണ്ടാവുള്ളൂ. കാരണം എത്രയോ അർഹതപ്പെട്ടവരുടെ ശാപം അതിലുണ്ടാവും. അങ്ങനെ ശപിക്കപ്പെട്ട പെൻഷനും കൊണ്ട് മക്കൾക്ക് കൂട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന ധനമൊക്കെ സൽക്കർമ്മങ്ങൾക്ക് വിനിയോഗിക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രം മിനിമം എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ സത്കർമ്മങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക് പങ്കിട്ട് കൊടുക്കുക. അതല്ലാതെ വെറുതെ ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് കുറേ ഉണ്ടിയിൽ പൈസ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ടോ കുറേ സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ട് എത്ര വലിയ സത്സംഗം, എത്ര കാലം സത്സംഗം ചെയ്താലും എന്താ പറയുക, എന്തെങ്കിലും ഒരു പേരിനൊരു ദക്ഷിണ കൊടുക്കുക, അങ്ങനെയുള്ളതൊന്നും അല്ല. അതെ, ശരിയാണ്. ബിസിനസ്മാൻമാർക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. ഓരോരുത്തർക്കും കഷ്ടപ്പാടുകളുണ്ട്. ഏത് കച്ചവടക്കാർക്കാണെങ്കിലും കൃഷിക്കാർക്കാണെങ്കിലും ഏത് ഈ പറഞ്ഞ ഗവൺമെൻറ് ജോലി അല്ലാത്തവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരു സുരക്ഷിതത്വം ഇല്ല. ഈ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നവർ എല്ലാവരെയും നമ്മൾ അടച്ചു പറയുന്നില്ല. ജോലി ചെയ്യുന്ന കാലത്ത് ജോലി ചെയ്തിട്ടില്ല. അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തവരാണ് കൂടുതൽ. ഈ MLA-മാരുടെ മന്ത്രിമാരുടെ പെൻഷനുകളൊക്കെ അവരുടെ 2 കൊല്ലം അവരുടെ അടുക്കളക്കാരനായിരുന്നാൽ പെൻഷൻ, അതൊക്കെ എന്ന് നിർത്താൻ പറ്റുമെന്നാണ് നമ്മളൊക്കെ നോക്കേണ്ടത്. ഈ MLA-മാരെയും MP-മാരെയും അവരുടെ ആശ്രിതന്മാർക്കൊക്കെ നമ്മൾ വാരിക്കോരി കൊടുക്കുന്ന പെൻഷനുകളെയൊക്കെ എങ്ങനെ നിർത്താൻ പറ്റും എന്ന് ചിന്തിക്കണം. കള്ളന്മാർ അവർക്ക് മാത്രം എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഗവൺമെൻറ് ജോബ് കിട്ടാൻ കഷ്ടപ്പാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അർഹിക്കുന്നത് തീർച്ചയായിട്ടും അധ്വാനിക്കുന്നവർക്ക് കിട്ടണം. മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് ജോബ് കിട്ടണം. മെറിറ്റിനനുസരിച്ചുള്ള ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ടുള്ള ശമ്പളം കിട്ടണം. അത് കഴിഞ്ഞാലും ഒരു പെൻഷൻ ഒരു പരിധി വേണം. പെൻഷന് പരിധി വേണം. പെൻഷൻ ഇങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ട് കൊടുക്കരുത്. മറ്റു രാജ്യങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ മാതൃകയാക്കാം. ഇത് ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ച അന്യായമായിട്ടുള്ള പല വ്യവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. സ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി, വോട്ട് ബാങ്കുകളായിട്ടുള്ള ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. NGO അസോസിയേഷൻ, അങ്ങനെയുള്ള NGO യൂണിയൻ, അതുപോലെയുള്ളതായിട്ടുള്ള അവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുക. അതല്ലാതെ മര്യാദയ്ക്കുള്ളതൊക്കെ എല്ലാവർക്കും അർഹതയുള്ളതൊക്കെ കൊടുത്തോട്ടെ, അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ല. അർഹിക്കുന്നത് പണിയെടുക്കുന്നവർക്ക്, യോഗ്യതയുള്ളവർക്ക് അർഹിക്കുന്നത് കൊടുക്കാം. അർഹതയിൽ കൂടുതൽ കൊടുക്കുന്നത് അന്യായമാണ്. അത് അർഹതയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വേറെ.
ഒക്കെ ആലോചിക്കാം. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ത്വമേക സർവഭൂതാനാം ജന്മകൃത് വിത്തതഃ പിതാ അദാവിനഃ പ്രജാനാം തേ ശുശ്രൂഷ കേനവാ ഭവേത്. അപ്പോൾ അച്ഛനോട് മനു ചോദിച്ചതാണ്, അങ്ങ് ഞങ്ങളോട് ചെയ്യേണ്ട കർത്തവ്യമൊക്കെ ചെയ്തു, ഞങ്ങൾ തിരിച്ച് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയായാൽ പ്രീതി ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നാലും. തദ്വിദേഹി നമസ്തുഭ്യം കർമ്മസു ഈഡ്യ ആത്മശക്തിഷു യത് കൃത്വേഹ യശോ വിശ്വക് അമുത്ര ച ഭവേദ് ഗതിഃ. ആത്മശക്തിഷു കർമ്മസു യത് കൃത്വാ ഇഹ വിശ്വക് യശഃ അമുത്ര ഈഡ്യാ ഗതിഃ ഭവേത് തദ്വിദേഹി തുഭ്യം നമഃ. അച്ഛനോട് പറയണ്, ആത്മശക്തിഷു കർമ്മസു, അവനവന്റെ ശക്തിക്കനുസരിച്ച കർമ്മങ്ങളിൽ, അവനവന്റെ ശക്തിക്കനുസരിച്ചാണ് കർമ്മം. അങ്ങനെ വല്ല സ്കീം ഉണ്ടായിട്ടുണ്ടോ? നല്ലത്. 2006 മുതൽ ജോയിൻ ചെയ്തവർക്ക് ഇനി മുതൽ പെൻഷൻ ഇല്ല. നല്ല കാര്യം. മറ്റേ കമ്മ്യൂട്ടിംഗ് പെൻഷനോ എന്തൊക്കെയാണ് ഇപ്പോൾ സ്കീമുകളുള്ളത് അല്ലേ? നാരായണ. അപ്പോൾ ആത്മശക്തിഷു കർമ്മസു യത് കൃത്വ, അവരവരുടെ ശക്തിക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ ഏതൊന്ന് ചെയ്തിട്ട് ഇഹ വിശ്വക് യശഃ, ഇഹ ഈ ലോകത്തിൽ വിശ്വക്ക് നാല് ഭാഗവും യശഃ കീർത്തി, അമുത്ര ഈഡ്യാ ഗതിഃ, അമുത്ര എന്ന് പറഞ്ഞാൽ പരലോകത്ത്, പരലോകത്ത് ഈഡ്യാ ഗതിഃ സ്തുത്യർഹമായ സ്ഥാനം, പരലോകത്ത് നല്ല ശ്രേഷ്ഠമായ ഗതി, അതും ഭവിക്കുമോ തത് വിദേഹി, അത് ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയാലും അതിനെ കൽപ്പിച്ചു തന്നാലും തുഭ്യം നമഃ, അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ പിതാവും വിധാതാവുമായിട്ടുള്ള ബ്രഹ്മദേവനോട് സ്വയംഭുവ മനു പറയുകയാണ്, ഞങ്ങളുടെ സ്വഭാവത്തിനും താല്പര്യത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട്, വാസനയ്ക്കനുസരിച്ചുകൊണ്ട്, ശക്തിക്കനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ ചെയ്താൽ ഈ ലോകത്ത് ശാശ്വതമായ കീർത്തിയും പരലോകത്ത് ഉത്കൃഷ്ടമായ ഗതിയും ലഭിക്കുമോ, അതിനെക്കുറിച്ച് പറഞ്ഞു തന്നാലും അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയൊക്കെ സത്യം പറഞ്ഞതുകൊണ്ട് ഈ കേൾക്കുന്നതിൽ അനേക സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പെൻഷനേഴ്സ് ഉണ്ട്, റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആരും എന്നോട് ദേഷ്യപ്പെടേണ്ട കേട്ടോ. ഞാൻ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് ശരി എന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളും സ്വയം വിമർശനപൂർവം ചിന്തിക്കുക. എന്നിട്ട് ശരിതെറ്റുകളെ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പെൻഷനുകളും അതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ കൂട്ടിക്കൂട്ടി വെച്ച് സ്വന്തം മക്കൾക്ക് മാത്രം കൊടുക്കുന്നതിനാണ് നമ്മൾ. നല്ലതുപോലെ ജോലി ചെയ്തവരെ ഞാൻ കുറ്റം പറയുന്നില്ല. നല്ലതുപോലെ ജോലി ചെയ്ത് അർഹിക്കുന്ന ശമ്പളവും പെൻഷനും വാങ്ങിച്ചോളൂ, ഒരു ദോഷമില്ല. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് എത്രയുണ്ട്? ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു 2 പേർക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിയാത്ത കുട്ടികളോ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള കുട്ടികളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെയൊക്കെ ചെലവിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേണം. മറ്റത് നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുക്കന്മാരായി വലിയ ഉദ്യോഗസ്ഥരായി മക്കളും എന്ന് വിചാരിക്കുക. നമ്മളെക്കാൾ കേമന്മാരായിട്ടുണ്ടാവും നമ്മുടെ മക്കൾ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പല അച്ഛനമ്മമാർക്കും ആ പ്രിവിലേജസ് കിട്ടിയിട്ടുണ്ട്. സാധാരണക്കാരുടെ മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ പ്രിവിലേജസ് കിട്ടിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെക്കാൾ യോഗ്യരായിട്ടുള്ള മക്കൾ മറ്റു പലർക്കും ഉണ്ട്. പക്ഷെ അവർക്ക് കാശില്ലാത്തത് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക്
ഒരു കുട്ടിയുടെ കരിയർ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അറിയാമായിരുന്നു, അതിനുള്ള സൗകര്യങ്ങളുണ്ടായി. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏത് ജോലി എത്ര എളുപ്പത്തിൽ കിട്ടും, അതിൻ്റെ വഴികൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവർക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ നല്ല ജോലികളിലാക്കാൻ അതിനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ കഴിവുള്ള കുട്ടികളുണ്ടായിട്ട് ആ കുട്ടികൾക്ക് അച്ഛനമ്മമാർ കഴിവില്ലാത്തവരായിപ്പോയത് കൊണ്ട് നരകതുല്യമായിട്ട് ജീവിക്കുന്നവരുണ്ട്. നിങ്ങളുടെ മക്കളേക്കാൾ യോഗ്യരായിട്ടുള്ള കുട്ടികൾ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവരുടെ അച്ഛനമ്മമാർ പാവങ്ങളായിപ്പോയി, അവർക്ക് കഴിവില്ലാതായിപ്പോയി, അവർക്ക് സാമർഥ്യമില്ലാതായി പോയതുകൊണ്ട് അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അർഹതയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നല്ല പഠിപ്പ് കൊടുക്കാനും നല്ല കരിയർ ഗൈഡൻസ് കൊടുക്കാനും പെട്ടെന്ന് ജോലിയിൽ കയറ്റാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവരും മിടുക്കന്മാരായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ സംസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല സംസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ നമുക്ക് അധികം കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന കുട്ടികൾ ധാരാളമുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും നമ്മുടെ മക്കളെക്കാൾ മിടുക്കന്മാരായിട്ടും അവർക്ക് സമൂഹത്തിൽ മുന്നിലേക്ക് വരാൻ അറിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല, അതിനുള്ള കഴിവുകൾ ഇല്ല അവർക്ക്. എന്നുവെച്ചാൽ ഏത് വഴിക്ക് പോയാൽ മുന്നേറാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കർമ്മബലം നമുക്ക് എല്ലാറ്റിലും പറയാം. എന്നാൽ പിന്നെ ഈ പറയുന്നതിൽ ഒന്നിലും ഒരു അർത്ഥമില്ലാതാവും. എല്ലാം കർമ്മബലം എന്ന് പറഞ്ഞാൽ കർമ്മബലത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എല്ലാം വിധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈശ്വരൻ നമുക്ക് തരുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നാളെയെ വിധിക്കാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് തരുന്ന അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്ന ആളുകളെ കാണിച്ചു തരുന്നത്. അവരെ സഹായിച്ചാൽ നാളത്തെ നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമാകും. അല്ല, ഇന്ന് നിങ്ങൾ അവരെ കണ്ടിട്ടും അവരുടെ വിധിയാണ്, അവരനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരുന്നാൽ നാളത്തെ നിങ്ങളുടെ വിധി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചോളൂ. നാളത്തെ നിങ്ങളുടെ വിധി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. അന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കാനോ നിങ്ങൾക്ക് സഹായം ചെയ്യാനോ ഒരു കുട്ടിയും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. കാരണം എന്താ? നിങ്ങൾ മറ്റുള്ളവരുടെ വിധി എന്ന് പറഞ്ഞാൽ അവരെ തള്ളിക്കളഞ്ഞു. അവരുടെ വിധിയാണ്, അവരനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ അവഗണിച്ചാൽ നാളെ നിങ്ങളുടെ വിധി, നിങ്ങളുടെ കുട്ടികളുടെ വിധി മാറും. ഇന്നത്തെ പോലെ ഇരിക്കില്ല എന്നും. അത് നമ്മുടെ കർമ്മം കൊണ്ടാണ്. ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാളത്തെ നമ്മുടെ ജീവിതം അത് നന്മയുടെ ഈശ്വര അനുഗ്രഹത്തിൻ്റെതാവും. കൊടുത്തുവെച്ചവർ എന്ന് പറയുന്നവർ അവരാണ്. അല്ലാതെ എല്ലാം കർമ്മബലം എന്ന് പറഞ്ഞിട്ട് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. കർമ്മബലം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. നമ്മുടെ മുമ്പിൽ അവരെ കാണിച്ചു തരുന്നുണ്ടോ? കഷ്ടപ്പെടുന്നവരെ ഈശ്വരൻ കാണിച്ചു തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവസരം നൽകുകയാണ് ഈശ്വരൻ. അവസരം നൽകുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാൻ. ഈശ്വരനറിയാം അവർക്ക് എന്ത് ചെയ്യണം നോക്കാം. പക്ഷെ നമുക്ക് അവസരം നൽകുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കാൻ. നമ്മൾ ഈശ്വരൻ്റെ കൈകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ഈശ്വരൻ്റെ കൈകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈശ്വരൻ ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ കുറേ ഈശ്വരൻ തന്നിട്ടുണ്ട്, എന്നിട്ട് പറയണം നീ കൊടുക്ക്, നിന്റെ കൈകൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞ് തന്നിരിക്കണം. അപ്പം നമ്മൾ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈശ്വരൻ എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ടുള്ളതിനെയൊക്കെ തിരിച്ചു വാങ്ങിക്കും. ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കാര്യമില്ല, ഇവൻ ആർക്കും കൊടുക്കുന്നില്ല, അതുകൊണ്ട് മേലിൽ ഇവന് കൊടുക്കുന്നില്ല എന്ന് ഈശ്വരൻ നിശ്ചയിക്കും. അപ്പം നാളെ നിങ്ങൾക്ക്
ഏത് ദാരിദ്ര്യവും ഏത് കഷ്ടപ്പാടുകളും വരാം. അത് വരാതിരിക്കാനാണ് ഇന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പാപങ്ങൾ നശിക്കുന്നു, ദുരിതങ്ങൾ അകലുന്നു. ചെയ്യാതിരിക്കുന്നവർക്ക് പാപങ്ങൾ വർദ്ധിക്കുന്നു. ഭുഞ്ചതേ തേതു അകം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. ഭഗവാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ചതേ തേതു അകം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. ആരാണോ അവനവന് വേണ്ടി മാത്രം പ്രയത്നം ചെയ്യുന്നത്, ജീവിക്കുന്നത്, കിട്ടിയ സമ്പാദ്യം എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ളത് എന്ന് മാത്രം കരുതിയാൽ അവര് പാപികളാണ്, മഹാപാപികളാണ്. അവരവരുടെ പാപത്തെ ഭുജിക്കുന്നു. എന്നാൽ യജ്ഞശിഷ്ടാശിന സന്തഃ, യജ്ഞശിഷ്ടം അശിക്കുന്ന എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്ത് ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം, ബ്രഹ്മയജ്ഞം ഇത്യാദി യജ്ഞങ്ങൾ ചെയ്ത് തനിക്ക് അർഹതയുള്ളത് മാത്രം താൻ ഭുജിക്കുമ്പോൾ അവൻ യജ്ഞശിഷ്ടം ഭുജിക്കുന്നവനാണ്, അവൻ അമൃതം ഭുജിക്കുന്നു. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി, സർവപാപങ്ങളിൽ നിന്നും അവര് മുക്തരായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ മടി കൂടാതെ സഹായിക്കാൻ കൈ അയയണം, മനസ്സ് അലിയണം. ഇല്ല എന്ന് പറയാൻ മടിയുണ്ടാവണം. ഇല്ല എന്ന് പറയാൻ മടിയുണ്ടാവണം. നമ്മളൊക്കെ അങ്ങനെ ആയിപ്പോയതാ. നമ്മുടെ മുമ്പിൽ വന്ന് ആര് വന്ന് ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അത് ജന്മത്തിലെ പ്രകൃതം അങ്ങനെയാണ്. വളർന്ന് 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 അങ്ങനെ ആയിത്തീർന്നു. അതിപ്പോൾ നമ്മളെ പറ്റിക്കാൻ വന്നവരാണെങ്കിൽ പോലും അത് ഈശ്വരൻ നിശ്ചയിച്ചോട്ടെ. അവർ പറ്റിക്കാൻ വന്നവരാണെങ്കിൽ അത് ഈശ്വരൻ നിശ്ചയിച്ചോട്ടെ. നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞു പറയുന്ന, ആവലാതി പറയുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ക്രൂരഹൃദയന്മാരാവാൻ പാടുള്ളതല്ല. കഠിന ഹൃദയത്തോടുകൂടെ ഇല്ല എന്ന് പറയാൻ പാടുള്ളതല്ല. അത് ആധ്യാത്മികതയല്ല. നമ്മൾ എത്ര ഭാഗവതം പഠിച്ചിട്ടും എത്ര ഗീത പഠിച്ചിട്ടും എത്ര നാരായണീയം ചൊല്ലിയിട്ടും അതിലൊന്നും കാര്യമില്ല. നാരായണീയം പഠിച്ചോളൂ, ഗീത പഠിച്ചോളൂ, ഭാഗവതം പഠിച്ചോളൂ. ആ പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് കാണേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലാണ്, നമ്മുടെ ഹൃദയം അലിയുന്നതിലാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ സഹായിക്കുന്നതിലാണ് ഈ പഠിച്ചതിൻ്റെയൊക്കെ സാഫല്യം. അല്ലെങ്കിൽ അതൊക്കെ തലയ്ക്ക് ഘനമായിട്ട് ഇരിക്കും. ഞാൻ നാരായണീയം പഠിച്ചു, ഞാൻ അത്ര പഠിച്ചു, ഇത്ര പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ പഠിക്കുന്നത് മാത്രമല്ല, പഠിക്കുന്നത് ഇതിലേക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ്. ഈ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ടത്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. തദ്വിദേഹി നമസ്തുഭ്യം കർമ്മസു ഈഡ്യ ആത്മശക്തിഷു യത് കൃത്വാ ഇഹ യശോ വിശ്വക അമുത്ര ച ഭവേദ്ഗതി. ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏതേത് കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ ലോകത്തിൽ ശാശ്വതമായ കീർത്തിയും പരലോകത്തിൽ ശ്രേഷ്ഠമായ ഗതിയും ലഭിക്കുമോ അത് പറഞ്ഞു തരൂ. അങ്ങേക്ക് നമസ്കാരം. തുഭ്യം നമഃ, തുഭ്യം നമഃ. ഇങ്ങനെ മനു, സ്വയംഭുവ മനു ബ്രഹ്മദേവനോട് ചോദിച്ചു. അതിന് ബ്രഹ്മാവ് മറുപടി പറയുന്നതാണ് ആദ്യത്തെ ഭാഗം. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വര യം നിർവ്യളീകേന ഹൃദ ശാതിമേത്യാത്മനാർപ്പിതം ഏതാവത്യാത്മജൈർവീര
കാര്യാഹ്യപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തൈർഗുഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. ആ മകനെ അഭിനന്ദിക്കുന്നു അച്ഛൻ ബ്രഹ്മദേവൻ. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയണു, പ്രീതഃ തുഭ്യം അഹം താത. ഹേ താത, പുത്ര, വത്സ, അഹം തുഭ്യം പ്രീതഃ, ഞാൻ നിന്നിൽ എന്തെന്നില്ലാതെ പ്രസാദിച്ചിരിക്കുന്നു, നിന്നോട് പ്രേമമുള്ളവനായിരിക്കുന്നു, നിന്നോടുള്ള വാത്സല്യം എനിക്ക് വർദ്ധിച്ചിരിക്കുന്നു. പ്രീതഃ തുഭ്യമഹം താത സ്വസ്തിസ്താത് വാം ക്ഷിതീശ്വര. ഹേ ക്ഷിതീശ്വര, അല്ലയോ ഭൂമിയുടെ ഈശ്വരനായിത്തീരുന്ന, ചക്രവർത്തിയായിത്തീരുന്ന, സാർവഭൗമനായിത്തീരുന്ന പുത്ര, വാം സ്വസ്തിഹി സ്താത്. വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർക്കും അർത്ഥം, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ, ദമ്പതികൾ രണ്ടുപേർക്കും വാം സ്വസ്തിഹി സ്താത്. സ്വസ്തി ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ, ഭദ്രം ഭവിക്കട്ടെ, കല്യാണം ഭവിക്കട്ടെ. സ്വസ്തിസ്താത് വാം ചിതീശ്വര. എന്തെന്നാൽ യത് നിർവ്യളീകേന ഹൃദ ഷാദിമാ ഇതി ആത്മനാ അർപ്പിതം. നിങ്ങൾ എന്ത് ചെയ്തു? നിർവ്യളീകേന ഹൃദ, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ. നിർവ്യളീകം, വെളീകം എന്ന് പറഞ്ഞാൽ കാപട്യം, കളങ്കം എന്നൊക്കെ അർത്ഥമാണ്. വക്രത, അതൊക്കെയാണ് വെളീകം. അപ്പോൾ കളങ്കമില്ലാത്ത ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, നിഷ്കളങ്കമായ മനസ്സോടുകൂടെ, നിർവ്യളീകേന ഹൃദ ഷാദിമാ ഇതി ആത്മനാ അർപ്പിതം. ഷാദി മാ, മാ എന്ന് പറഞ്ഞാൽ മാം. ഇവിടെ ഷാദി എന്ന് പറഞ്ഞാൽ ശാസിച്ചാലും, ത്വം ഷാദി, ഷാദി എന്ന് പറഞ്ഞാൽ അനുശാസിച്ചാലും. അപ്പൊ ഞങ്ങളെ അനുശാസിച്ചാലും, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും എന്ന് പിതാവിനോട് ചെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ഷാദിമാ ഇതി, ഞങ്ങളെ അനുശാസിച്ചാലും ഞങ്ങളെ കൽപ്പിച്ചാലും എന്ന് ആത്മന അർപ്പിതം, സമ്പൂർണമായി നിങ്ങൾ സമർപ്പിച്ചു. സ്വയം സമർപ്പിച്ചുകൊണ്ട് കൽപ്പിക്കൂ അച്ഛ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങേക്കുള്ള ശുശ്രൂഷ എന്തു ചെയ്താൽ അങ്ങേക്ക് സന്തോഷമാകും എന്നിങ്ങനെ നിങ്ങൾ വന്ന് പറഞ്ഞുവല്ലോ, ചോദിച്ചുവല്ലോ. ആ ചോദ്യം കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, നിന്റെ നേരെ പ്രീതനായിരിക്കുന്നു. നിനക്ക് മംഗളം ഭവിക്കട്ടെ മോനെ. ഏതാവതീ ആത്മജൈർ വീര കാര്യാഹി അപചിതിർ ഗുരൗ. നമുക്കൊക്കെയുള്ള ഉപദേശമാണ്. ഗുരൗ, ഗുരൗ എന്ന് പറഞ്ഞാൽ ഗുരുവിൽ. ഗുരു എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛൻ അമ്മ ഒക്കെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അച്ഛനമ്മമാരിൽ ഏതാവതി അപചിതി ആത്മജൈഹി കാര്യ. ഹേ വീര, വീരനാണ് നീ, ശക്തനായിട്ടുള്ളവനാണ് നീ. അങ്ങനെയുള്ള വീരനായിട്ടുള്ള പുത്ര, ഏതാവതി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രമാണ്, ഇപ്രകാരമാണ്, ഇതുപോലെ തന്നെയാണ്. എന്ത്? അപചിതിഹി. അപചിതി എന്ന് പറഞ്ഞാൽ പൂജ, സൽക്കാരം, ബഹുമാനം, പ്രത്യുപകാരം എന്നൊക്കെ അർത്ഥമുണ്ട് അപചിതി. അപ്പൊ പ്രത്യുപകാരം. അപചിതിഹി ആരുടെ നേർക്ക്? അച്ഛൻ്റെ നേർക്ക് അല്ലെങ്കിൽ ഗുരുവിൻ്റെ നേർക്ക്. കാര്യ, കാര്യ എന്ന് പറഞ്ഞാൽ കർത്തവ്യ. അപ്പോൾ ഇപ്രകാരമാണ് ഗുരുക്കന്മാരോട്, അച്ഛനമ്മമാരോടൊക്കെ പ്രത്യുപകാരം ചെയ്യേണ്ടത്. എങ്ങനെ? ശക്തിയാ അപ്രമത്തൈർ ഗൃഹ്യേത സാദരം ഗതമത്സരൈഹി. അപ്രമത്തൈഹി ഗതമത്സരൈഹി ആത്മജൈഹി. ആത്മജന്മാരെ വിശേഷിപ്പിച്ചതാണ് അപ്രമത്തന്മാരായിട്ടുള്ളവർ. അപ്രമത്തന്മാരെന്നാൽ ആലസ്യമില്ലാത്തവർ, പ്രമാദമില്ലാത്തവർ, അശ്രദ്ധയില്ലാത്തവർ, അവധാനതയോടുകൂടിയവർ, ജാഗ്രതയുള്ളവർ, നല്ല എന്താ പറയുക, ജീവിതത്തിൽ നല്ല ബോധമുള്ളവർ എന്നൊക്കെ അർത്ഥം. എന്താണ് ജീവിതം എന്ന് ബോധമുള്ളതായിട്ടുള്ള ഗതമത്സരൈഹി, ആരോടും മത്സരവും അസൂയയും കുനിഷ്ടും കുശുമ്പൊന്നും ഇല്ലാത്തവരായിട്ടുള്ള മക്കളെ കൊണ്ട് ശക്തിയാ, അവരവരുടെ ശക്തിക്കനുസരിച്ച് സാദരം ഗൃഹ്യേത, ആദരവോടുകൂടി അച്ഛനമ്മമാരുടെ ആജ്ഞയെ സ്വീകരിക്കണം. അതാണ് ഗുരുക്കന്മാരിൽ, അച്ഛനമ്മമാരിൽ ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യുപകാരം. അവർക്ക് ചെയ്യാവുന്ന പൂജ, അവരോടുള്ള കടമ നിർവഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നീ വളരെ നല്ല രീതിയിൽ എൻ്റെ കർത്തവ്യം എന്താണ്, അങ്ങ് അനുശാസിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നുവല്ലോ.
ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു. അപ്പോൾ ഇതുവരയ്ക്ക് ബ്രഹ്മദേവൻ മറ്റു മക്കളോടൊക്കെ അങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പോൾ അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ നിവൃത്തിയില്ല എന്ന് പറയുകയായിരുന്നു. എന്നാൽ ഇവിടെ മനു ആകട്ടെ ഇങ്ങോട്ട് വന്ന് അച്ഛനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ അച്ഛന് സന്തോഷമാകും, എന്താണ് എൻ്റെ കർത്തവ്യം എന്ന് ചോദിച്ചുവല്ലോ. അതിൽ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്. പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്താദ് വാം ക്ഷിതീശ്വര യന്നിർവ്യളീകേന ഹൃദാ ശാദിമേത്യാത്മനാർപ്പിതം ഏതാവത്യാത്മജൈർവീരാ കാര്യാഹി അപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തൈർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ സത്വം അസ്യാം അപത്യാനി സദൃശാനി ആത്മനോ ഗുണൈഃ ഉൽപാദ്യ ശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാൻ തേ പ്രജാഭർത്തുഃ ഋഷികേശോ ന തുഷ്യതി യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹി അപാർത്ഥായ യഥാത്മാ അനാദൃതസ്വയം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. സഹത്വം, അങ്ങനെയുള്ള നീ, അസ്യാം, ഇവളിൽ, ആരിൽ, ശതരൂപാദേവി എന്ന നിന്റെ പത്നിയിൽ, അപത്യാനി, പുത്രന്മാരെ, സന്തതികളെ, സദൃശാനി ആത്മനോ ഗുണൈഹി, ആത്മനഃ ഗുണൈഹി സദൃശാനി, നിന്റെ ഗുണങ്ങൾക്ക് സദൃശങ്ങളായിരിക്കുന്നവരെ, പുത്രന്മാരെ, ഉൽപ്പാദിപ്പിച്ചിട്ട്. അപ്പം നീ നിനക്ക് നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ട് ശാസധർമ്മേണ ഗാം, ഗാം ധർമ്മേണ ശാസ, ഗാം ഭൂമിയെ ധർമ്മേണ ധർമ്മമനുസരിച്ച് ശാസനം ചെയ്താലും. അപ്പം എന്താണോ ധർമ്മം, ആ ധർമ്മത്തിനനുസരിച്ച്. ഇനി ഈ മനുവാണ് മനുസ്മൃതി ലോകത്തിന് നൽകാൻ പോകുന്നത്, ധർമ്മശാസ്ത്രം. അപ്പം എന്താണ് ധർമ്മം? ധർമ്മത്തിനനുസരിച്ച് ഈ ലോകം നിലനിൽക്കാൻ എന്താണോ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്, അതാണ് ധർമ്മം. അപ്പോൾ ആ ധർമ്മത്തോടുകൂടി നീ ഈ ഭൂമിയെ രക്ഷിച്ചാലും. ഗാം ധർമ്മേണ ശാസ, നിന്റെ രാജാവായതുകൊണ്ട് നിന്റെ കർത്തവ്യം ഈ ഭൂമിയെ പരിപാലിക്കലാണ്. മാത്രമല്ല യജ്ഞൈഹി പുരുഷം യജ, പുരുഷനെ, ഈശ്വരനെ, യജ്ഞൈഹി യജ, യജ്ഞങ്ങളെ കൊണ്ട് യജിച്ചാലും യാഗം ചെയ്താലും. എന്നുവെച്ചാലോ ഈശ്വരാരാധന മുറയ്ക്ക് നടക്കട്ടെ. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഃ സ്വയത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ. രാജാവായിട്ടുള്ള നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്റെ പ്രജകളും അനുഷ്ഠിക്കുക. യഥാ രാജാ തഥാ പ്രജ. അതുകൊണ്ട് ശ്രേഷ്ഠനായ നീ സമൂഹത്തിന്, നിന്റെ പ്രജകൾക്കെല്ലാം മാതൃകയായിക്കൊണ്ട് ഈശ്വരാരാധന ചെയ്യണം, യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. അതാണ് യജ്ഞൈഹി പുരുഷം യജ. യജ്ഞങ്ങളെ കൊണ്ട് ആ പുരുഷനെ, വിരാട് പുരുഷനെ, ഈശ്വരനെ ആരാധിച്ചാലും ധർമ്മപൂർവം ഭൂമിയെ പരിപാലിച്ചാലും നിനക്ക് തുല്യന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചാലും ഇതാണ് രാജധർമ്മം, ഇതാണ് നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ. ഹേ നൃപ, രാജാവേ, പ്രജാരക്ഷയാ മഹ്യം പരം ശുശ്രൂഷണം സ്യാത്. നീ പ്രജകളെ വേണ്ട പോലെ പരിപാലിച്ചാൽ, രക്ഷിച്ചാൽ അത് എനിക്കുള്ള പരം ശുശ്രൂഷണം സ്യാത്, എൻ്റെ ശുശ്രൂഷയായി ഭവിക്കും. അപ്പം ഞാൻ സന്തോഷിക്കും. നീ നിന്റെ കർത്തവ്യം ചെയ്താൽ ഞാൻ അതിൽ സന്തോഷിക്കും. നീ പ്രത്യേകിച്ച് എൻ്റെ കാല് തിരുമ്മി തരേണ്ട ആവശ്യമില്ല. എൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിച്ച് പാദപൂജ ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് ചെയ്യാവുന്ന, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിക്കുക. നീ ചക്രവർത്തിയാണ്, രാജാവാണ്, പ്രജാരക്ഷയാണ് നിന്റെ മുഖ്യ കർത്തവ്യം. ആ പ്രജകൾക്ക് നന്മയുണ്ടാകുന്ന രീതിയിൽ നീ രാജ്യഭാരം ഏറ്റെടുത്ത് നടത്തിയാൽ ഞാൻ പ്രസാദിക്കും. അതുതന്നെയാണ് എനിക്കുള്ള പൂജ. അതാണ് മഹ്യം പരം ശുശ്രൂഷണം സ്യാത്.
എനിക്കുള്ള ഏറ്റവും വലിയ പൂജയായിട്ട് ഞാനത് സ്വീകരിച്ചോളാം. നീ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. കാരണം നിനക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രജകളെ രക്ഷിക്കുക എന്നുള്ളത്. അത് കണ്ട് ഞാൻ ആസ്വദിച്ചോളാം, അത് കണ്ട് ഞാൻ ആനന്ദിച്ചോളാം. അത് മതി എനിക്ക്. അല്ലാതെ നീ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഭഗവാൻ തേ പ്രജാഭർത്തുഹു ഋഷികേശോ അനുതുഷ്യതി. പ്രജാഭർത്തുഹു തേ, പ്രജകളെ ഭരിക്കുന്നവനായ നിന്നിൽ ഭഗവാൻ ഋഷികേശ അനുതുഷ്യതി. ഋഷികേശൻ, എല്ലാവരുടെയും ഉള്ളിൽ ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന ഋഷികേശൻ, നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്ന ഈശ്വര ചൈതന്യം, ആ ഭഗവാൻ നിന്നിൽ അനുതുഷ്യതി, നന്നായി സന്തോഷിക്കും, നിരന്തരം സന്തോഷിക്കും. അപ്പൊ നീ നിന്റെ കർത്തവ്യം പ്രജാരക്ഷണം ഭംഗിയായി ചെയ്താൽ ഭഗവാന്റെ പ്രീതിക്കും നീ പാത്രീഭവിക്കും. ഭഗവാൻ നിന്നെ വേണ്ടതുപോലെ രക്ഷിച്ചോളും. ഭഗവാൻ തേ പ്രജാഭർത്തുഹു ഋഷികേശോനു തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോഹി അപാർത്ഥായ യഥാ ആത്മാ അനാദൃത സ്വയം. യജ്ഞലിംഗഃ ജനാർദ്ദനഃ ഭഗവാൻ, യജ്ഞമൂർത്തിയായ ജനാർദ്ദനൻ, ജനങ്ങളുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൻ, ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നവൻ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ജനാർദ്ദനൻ. യജ്ഞലിംഗൻ എന്ന് പറഞ്ഞാൽ യജ്ഞമൂർത്തിയാണ് ഭഗവാൻ. എന്ന് വെച്ചാലോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ മൂർത്തിയാണ്. അപ്പൊ ഭഗവാനെ പൂജിക്കാൻ എന്താ ചെയ്യേണ്ടത്? അവരവരുടെ കർമ്മം ചെയ്താൽ മതി. സ്വകർമ്മണാതമഭ്യർച്ച്യ, അവരവരുടെ കർമ്മം തന്നെ ഈശ്വര ആരാധന. ഇപ്പൊ യജ്ഞലിംഗനായ ജനാർദ്ദനൻ ഭഗവാൻ, യേഷാം ന തുഷ്ടഃ, ആരുടെ നേരെ സന്തോഷിക്കുന്നില്ലയോ, തേഷാം ശ്രമഃ അപാർത്ഥായ, അവരുടെ എന്തെല്ലാം പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രയോജനമില്ലാത്തതാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കണം. ഈശ്വരൻ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ പ്രയത്നങ്ങളെല്ലാം സഫലമാകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തു വേണം? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കണം. ഈശ്വരൻ പ്രസാദിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? ഈശ്വരൻ പ്രസാദിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നന്നാക്കണം. നമുക്ക് എത്ര കഴിവുണ്ടോ ആ കഴിവ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ആളുകളിലേക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നന്മയുണ്ടാകാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് വ്യാപിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തി എന്തായിരിക്കണം? ടു ഗീവ് മാക്സിമം ഹാപ്പിനെസ് ടു ദ മാക്സിമം പീപ്പിൾ ഫോർ ദ മാക്സിമം ടൈം. ചിന്മയാനന്ദ സ്വാമികള് ചിന്മയ മിഷന്റെ ഒരു മോട്ടോ ആയിട്ട് 3 വാചകങ്ങൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ടു ഗീവ് മാക്സിമം ഹാപ്പിനെസ് ടു ദ മാക്സിമം പീപ്പിൾ ഫോർ ദ മാക്സിമം ടൈം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ഉദ്ദേശ്യം അതായിരിക്കണം. ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് പരമാവധി ആളുകൾക്ക് പരമാവധി കാലത്തേക്ക് പരമാവധി സന്തോഷം, ലിമിറ്റ്ലെസ് ആയിരിക്കുന്ന സന്തോഷം, ആനന്ദം കൊടുക്കാൻ കഴിയണം. അതിന് എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കണം. അപ്പോൾ ആര് പ്രസാദിക്കും? ഭഗവാൻ പ്രസാദിക്കും. ഭഗവാൻ പ്രസാദിക്കുന്നതിൻ്റെ കണ്ടീഷൻ ഇതാണ്. നിങ്ങളുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കണം. നിങ്ങളുടെ മോട്ടീവ് എന്തായിരിക്കണം? പരമാവധി ആളുകൾക്ക് പരമാവധി അളവിൽ പരമാവധി കാലത്തേക്ക് ആനന്ദം കൊടുക്കുക. അതിപ്പോൾ ഓരോരുത്തരുടെയും കഴിവ് വ്യത്യാസമായിരിക്കും. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ എത്രത്തോളം, അത് കിട്ടുന്നവർ എത്രത്തോളം ആനന്ദിക്കുന്നൊക്കെ അവരെ അപേക്ഷിച്ചും ഇരിക്കുന്നു. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രമിക്കണം. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. അത് ശ്രമിച്ചാൽ തന്നെ ഭഗവാൻ പ്രസാദിക്കും. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ ഭഗവാൻ പ്രസാദിക്കും. അതല്ലെങ്കിലോ അപാർത്ഥായ, അപാർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതം, നിഷ്ഫലം, മരുഭൂമിയിൽ വിതയ്ക്കുന്നത് പോലെ
വെറും വൃഥാ പ്രയത്നം. അപ്പോൾ ആത്മാ സ്വയം അനാദൃത, അവനവൻ്റെ ആത്മാവിനെ അനാദരിക്കുന്നു. അപ്പോൾ അവനവൻ്റെ ആത്മാവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധരായിരിക്കുക, ആത്മാർത്ഥതയുള്ളവരായിരിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുക. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ തന്നെ 100% സമർപ്പിക്കുക. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് പരമാവധി കാലത്തേക്ക് പരമാവധി അളവിൽ പ്രയോജനം ഉണ്ടാവണം എന്ന് ചിന്തിക്കുക. എനിക്ക് മാത്രം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ ഈശ്വരൻ പ്രസാദിക്കില്ല. അവൻ്റെ പ്രയത്നം മണലിലൊഴിക്കുന്ന വെള്ളം പോലെ, മരുഭൂമിയിൽ വിതയ്ക്കുന്ന വിത്ത് പോലെ, വന്ധ്യയായ ഒരു പശുവിനെ വളർത്തുന്നത് പോലെ. അപ്പോൾ എനിക്ക് മാത്രം ഫലം, എനിക്ക് പരമാവധി സുഖം, ആരുടെ തലയിൽ മുളകരച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആർക്ക് പാര വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് സുഖം കിട്ടണം എന്ന് കരുതിയാൽ അവൻ ഈശ്വരന് എന്താ പറയുക, അപ്രീതിക്ക് പാത്രമായിത്തീരുന്നു. ഈശ്വരൻ അവനെ അകറ്റി നിർത്തും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയേ ഇല്ല. സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ സ്വന്തം കാര്യം നോക്കാൻ പോകുന്നവരല്ലേ, അവർ നോക്കിക്കോട്ടെ എന്ന് വയ്ക്കും ഭഗവാൻ. അവനറിയാം അവൻ്റെ സാമർഥ്യം, അപ്പം അവൻ നോക്കിക്കോട്ടെ, അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ നേടിക്കോട്ടെ. ഭഗവാൻ കൈയൊഴിയും. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുടെ കാര്യം ഭഗവാൻ ഏറ്റെടുക്കും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. അതിലൊക്കെ ഉറപ്പ് വേണം, നമുക്ക് വിശ്വാസം വേണം, ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസം വേണം. അല്ലാതെ ഇതൊക്കെ കാണാപ്പാഠം പഠിച്ച് വെറുതെ ചൊല്ലാനുള്ളതല്ല. ഇത് അവനവൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അതിൻ്റെ ഉറപ്പിൽ വേണം ജീവിക്കാൻ. നമുക്ക് നാളെ തുടരാം. നാളെ ക്ലാസ് ഉണ്ട്, നാളെ ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.